Ladies and gentlemen, with a standing ovation. Please, everyone, a standing ovation. Thank you so much, sir. ഇനി അടുത്തത് നേരിട്ട് നമ്മുടെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നൊരു പാട്ടാണ് പ്രോഗ്രാമിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ വിത്ത് പ്രൊഫസർ മുതുകാട്. നേരിട്ട് അതിലോട്ട് കിടക്കുകയാണ്. ഈ ബുദ്ധൻ്റെ അതിമനോഹരമായ പ്രതിമ തന്നതിന് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. എനിക്ക് ബുദ്ധ ആശയങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്. പണ്ട് ബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥയുണ്ട്. ബുദ്ധൻ്റെ ശിഷ്യന്മാർ ഒരുപാട് പേരുണ്ടായിരുന്നു, അറിയാമല്ലോ അല്ലേ? ശരിബുദ്ധ എത്രയോ കാലങ്ങളായിട്ട് ബുദ്ധനെ സ്നേഹിച്ച് നടന്നിരുന്ന ഒരു ശിഷ്യനായിരുന്നു. ആനന്ദൻ ബുദ്ധൻ്റെ അത്രമാത്രം അടുത്ത ശിഷ്യനായിരുന്നു ആനന്ദൻ. പക്ഷേ ഒരു ദിവസം രാവിലെ ബുദ്ധൻ വന്നതിന് ശേഷം അദ്ദേഹം പ്രഭാഷണം കേട്ടിരിക്കാനിരിക്കുന്ന ശിഷ്യന്മാർ, അവിടെ ശരിബുദ്ധ ഉണ്ടായിരുന്നു, ആനന്ദനുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അവരിലേക്ക് നോക്കിക്കഴിഞ്ഞതിന് ശേഷം ബുദ്ധൻ കയ്യിൽ കരുതിയിരുന്ന ഒരു പനിനീർപ്പൂ, ഒരു പുഷ്പം, ആ പുഷ്പം ഏൽപ്പിച്ചത് മഹാകശ്യപനെയായിരുന്നു. മഹാകശ്യപൻ ആ പൂവ് വാങ്ങിച്ച് ഒരു നിമിഷം നിന്നു. ആനന്ദൻ ചോദിച്ചു, എന്തുകൊണ്ട് ഞങ്ങൾക്ക് തരാത്ത പുഷ്പം മഹാകശ്യപന് കൊടുത്തു എന്ന്. അവിടെ ബുദ്ധൻ പറഞ്ഞ ഉത്തരമുണ്ട്. ഞാൻ മഹാകശ്യപൻ്റെ കണ്ണിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ എന്തോ ഒരു കുറവുണ്ടായിരുന്നു, എന്തോ ഒരു വിരിയലിൻ്റെ കുറവുണ്ടായിരുന്നു. ആ വിരിയലിൻ്റെ കുറവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ പുഷ്പം മഹാകശ്യപന് കൊടുത്തത് എന്നുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, എന്ത് പൂവാണ് ഞാൻ നിങ്ങൾക്ക് തരേണ്ടത്? എന്ത് പനിനീർ പുഷ്പമാണ് ഞാൻ നിങ്ങൾക്ക് തരേണ്ടത്? അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് നിങ്ങൾക്ക് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാം. ആ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് നമുക്ക് മുന്നേറാം. ഓക്കെ, അപ്പോൾ എല്ലാവരും മഹാകശ്യപന്മാരായിട്ട് ചോദ്യം ചോദിക്കാൻ വേണ്ടി തയ്യാറായിക്കോളൂ. ആർ യു റെഡി? നമസ്കാരം. എൻ്റെ പേര് ആരിഫ്. ഞാനിപ്പം സാറിൻ്റെ ഈ ഉദ്ഘാടന പ്രസംഗം കേട്ടപ്പോഴത്തേക്ക് സാർ അതിനകത്ത് സോഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പറഞ്ഞു, സോഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച്. അപ്പം ഞാൻ സാറിൻ്റെ പ്രസംഗം അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കൂടുതൽ അസ്വസ്ഥനാക്കിയത് നമ്മുടെ കുട്ടികൾ, എൻ്റെ മകൻ ഉൾപ്പെടെ കുട്ടികൾ ഇങ്ങനെ ഓടുന്നു, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ അത് നമ്മൾ തന്നെ ശരിയാക്കേണ്ട ഒരു ഘടകമാണെങ്കിൽ പോലും സാറിന് അതിനെക്കുറിച്ച് എന്താണ് നമുക്ക് ഒരു ഉപദേശം പോലെ അല്ലെങ്കിൽ ഒരു നിർദ്ദേശം പോലെ തരാൻ കഴിയുന്നത്? അവർ കളിക്കട്ടെ എന്നുള്ളത് തന്നെ പറയാനുള്ളത് എനിക്ക്. അവർ കളിക്കുന്ന നമ്മൾ തടയേണ്ട കാര്യമൊന്നുമില്ല. അവരുടെ ഒരു ലോകം എന്ന് പറയുന്നത് ഇപ്പോൾ കളിയുടെ ലോകമാണ്. ഒരു പക്ഷേ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. നമ്മളതൊരു അച്ചടക്കക്കുറവ് എന്ന് പറയേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ ഭയക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യം തന്നെ പറയാം. നിങ്ങൾക്ക് അറിയാമോയെന്നറിയില്ല, ഈ ഏപ്രിൽ 25 യുണൈറ്റഡ് നേഷൻസ് ഒരു പ്രസ്താവന പുറത്തുവിട്ടിരുന്നു. അറിയാമോ? ഒരു പക്ഷേ നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ അറിയാം. 1 വയസ്സിന് മുമ്പ് ഒരു കുഞ്ഞിനെ ഒരു കാരണവശാലും മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ കാണിക്കരുത്. 5 വയസ്സാകുന്നത് വരെ ഒരു കുട്ടിയെ പരമാവധി 1 മണിക്കൂർ സമയം മാത്രമേ സ്ക്രീൻ കാണിക്കാവൂ. അങ്ങനെ കാണിക്കുന്ന സമയത്ത് മാതാപിതാക്കൾ അരികിലുണ്ടായിരിക്കണം. അത് എഡ്യൂക്കേഷണൽ പ്രോഗ്രാം ആയിരിക്കണം. അതെന്താണെന്നുള്ളത് മാതാപിതാക്കൾ കൂടെ നിന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കണം. ഇത് അല്ല എന്നുണ്ടെങ്കിൽ നാളെ നമ്മുടെ കുട്ടികൾ വലിയൊരു അഡിക്ഷനിലേക്ക് പോകാൻ പോകുന്നു. ഇത് മനസ്സിലാക്കുക. നമ്മുടെ തലച്ചോറിനകത്ത് എത്ര ബില്യൺ ന്യൂറോണുകളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ബില്യൺ ന്യൂറോണുകളാണ്. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടിയാണെങ്കിൽ 100 ബില്യൺ ന്യൂറോണുകൾ കെട്ടിക്കിടക്കുന്ന തലച്ചോറ്, നമ്മുടെയൊക്കെ തലച്ചോറ്. ഈ തലച്ചോറ്, നമ്മുടെ തലച്ചോറിൻ്റെ ന്യൂറോൺ, ഇപ്പോൾ നമ്മുടെയൊക്കെ തലച്ചോറിൻ്റെ ന്യൂറോൺ പ്രവർത്തിക്കുന്നതിനേക്കാൾ 700 മടങ്ങാണ് ഒരു കുഞ്ഞിൻ്റെ തലച്ചോറിനകത്തുള്ള ബ്രെയിനിൻ്റെ ന്യൂറോൺ പ്രവർത്തിച്ചുകൊണ്ട് 700 ടൈംസാണ്. ഈ തലച്ചോറിനകത്ത് ലെഫ്റ്റ് ഹെമിസ്ഫിയറിൻ്റെയും റൈറ്റ് ഹെമിസ്ഫിയറിൻ്റെ ഇടയിൽ സബ്സ്റ്റാൻഷ്യ നിഗ്ര എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഡോപ്പമിൻ എന്ന് പറയുന്ന രാസവസ്തു ഉണ്ടാവുന്നത്. ഈ രാസവസ്തു ഉള്ളതിൻ്റെ പേരിൽ മാത്രമാണ് നമുക്ക് കൈ മൂവ് ചെയ്യാൻ സാധിക്കുന്ന, കണ്ണിൻ്റെ കൃഷ്ണമണി മൂവ് ചെയ്യാൻ സാധിക്കുന്നത്. എന്തൊക്കെ ശരീരത്തിൽ അവയവങ്ങൾ മൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ഈ ഡോപ്പമിൻ മൂവ് ചെയ്യുന്നതിൻ്റെ പേരിൽ മാത്രമാണ്. ഡോപ്പമിൻ സ്റ്റക്കായാൽ പാരലൈസ് ആവും, പാർക്കിൻസൺസ് ഉണ്ടാവും, കൈ ചലിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷേ കൈ ചലിക്കില്ല, അങ്ങോട്ട് പോവില്ല. ഈ സബ്സ്റ്റാൻഷ്യ നിഗ്രയിൽ ഉണ്ടാവുന്ന ഡോപ്പമിൻ എന്ന് പറയുന്ന സാധനം അവിടുന്ന് എപ്പോഴാണോ ന്യൂക്ലിയസ് എക്കംബൻസ് എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് വന്ന് വീഴുന്നത്, അപ്പോഴാണ് മനുഷ്യന് സുഖം ഉണ്ടാവുന്നത്. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്?
ഈ സുഖം മനുഷ്യന് സാധാരണ 3 കാര്യങ്ങളിലാണ് സുഖമുണ്ടാവുന്നത്. ഒന്ന് സെക്സാണ്, ഭക്ഷണം പോലെ ഉറക്കം പോലെ മനുഷ്യന് ആവശ്യമായിട്ടുള്ള കാര്യമാണ് സെക്സ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നർക്കോട്ടിക്സ് ആണ്, മദ്യം, മയക്കുമരുന്ന്. മദ്യം എപ്പോൾ കഴിച്ചോ മയക്കുമരുന്ന് എപ്പോൾ ഉപയോഗിച്ചോ സബ്സ്റ്റാൻഷ്യാനഗ്രയിൽ നിന്ന് ഡോപ്പമിൻ ക്രമരഹിതമായിട്ട് ഓടിത്തുടങ്ങുന്ന സമയത്താണ് നമ്മുടെ കൺട്രോളും നഷ്ടപ്പെടുന്നത്. ക്ലിയർ? ഓക്കെ. മൂന്നാമത്തെ സാധനം എന്ന് പറയുന്നത് ഗാംബ്ലിംഗ് ആണ്. നിർഭാഗ്യവശാൽ ആധുനിക ശാസ്ത്രം ഈ മൊബൈൽ ഫോണിൽ വാട്സാപ്പും ഫേസ്ബുക്കും തിരഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഗാംബ്ലിങ്ങിൻ്റെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് ആദ്യം മാതാപിതാക്കളോട് ഈ 25-ാം തീയതി യുണൈറ്റഡ് നേഷൻസ് പുറത്തിറക്കിയിട്ടുള്ള ഈ പ്രസ്താവന ഒന്ന് ഓർക്കണം. കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കളിക്കാൻ കൊടുക്കരുത്. നിങ്ങൾ എത്ര ജോലി തിരക്കുള്ള ആളാണെങ്കിൽ പോലും ആ ജോലി തിരക്കുകളിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയിട്ട് കുട്ടികളെ അടക്കിയിരുത്താൻ വേണ്ടി ആ മൊബൈൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അഡിക്ഷൻ ആരംഭിക്കും. ഒരു കാരണവശാലും നിങ്ങൾക്ക് ആ മൊബൈൽ ഫോൺ തിരിച്ചു കിട്ടില്ല. ആ കുട്ടി വളർന്നു വരുന്ന സമയത്ത് നിങ്ങൾ മൊബൈൽ ഫോൺ തിരിച്ചു മേടിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി കരയും, അലറും, പ്രശ്നങ്ങളുണ്ടാക്കും, സാധനങ്ങൾ വലിച്ചെറിയും, ഭ്രാന്തമായ അവസ്ഥയിലേക്ക് കുട്ടികൾ മാറും. അതുകൊണ്ട് ബി കെയർഫുൾ. ആദ്യം പറയാനുള്ളത് അതാണ്. ഇവിടെ നമ്മൾ ഈ അടക്കിയിരുത്തലുകൾക്ക് വേണ്ടിയിട്ട് ഒരു കാരണവശാൽ മൊബൈൽ ഫോൺ കൊടുക്കരുതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഓക്കെ, അവർ കളിക്കട്ടെ, അവർ ഓടിക്കളിക്കട്ടെ, ചാടിക്കളിക്കട്ടെ, പാട്ട് പാടട്ടെ, ഇതൊക്കെയാണ് ഈ പ്രായത്തിൽ വേണ്ടത്. അതുകൊണ്ട് നമുക്കത് കൺട്രോൾ ചെയ്യേണ്ട. ആ കുട്ടികളെ അടക്കിയിരുത്താൻ വേണ്ടി നമ്മൾ ഈ ഇൻസ്ട്രുമെൻറ്റ് ഐപാഡോ ഗെയിമുകളോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നാളെ നമ്മൾ നേരിടാൻ പോകുന്ന അപകടം എന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രശ്നം. രണ്ടാമത്, നമ്മൾ കുട്ടികളോട് മൊബൈൽ ഫോൺ അധികമായിട്ട് ഉപയോഗിക്കരുത് എന്ന് പറയുകയും അവിടെ താഴെ വയ്ക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് അതേ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് അമ്മയും അച്ഛനും അപ്പുറത്ത് നിന്ന് മൊബൈൽ ഫോണിൽ പരതിക്കൊണ്ടിരുന്നാൽ ആ കുട്ടി ചോദിക്കും, നാളെ ചോദിക്കും ഞങ്ങളോട് കളിക്കരുതെന്ന് പറയുന്നു, പിന്നെ എന്താ അമ്മയ്ക്ക് കളിക്കാൻ ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് അതും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളാണ് ആദ്യം കൺട്രോൾ ചെയ്യേണ്ടത് കേട്ടോ. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അഡിക്ഷനാണ്. ഇപ്പോൾ ആധുനിക ശാസ്ത്രം പറയുന്ന മയക്കുമരുന്നിനേക്കാൾ കൂടുതൽ അടിമപ്പെടാൻ പോകുന്ന ലോകമാണ് ഈ സാധനം. ഡേഞ്ചറസ്. ആ ചില്ലിൻ്റെ അപ്പുറത്ത് കാണുന്ന സാധനം ഉണ്ടല്ലോ, അത്ര നല്ല സാധനമല്ല അല്ലേ? ഏത് ഗ്ലാസിൻ്റെ അപ്പുറത്ത്, ടെലിവിഷൻ്റെ അപ്പുറത്ത് കാണുന്ന സാധനങ്ങളും പ്രശ്നമാണ്. ടെലിവിഷൻ കാണുന്നത്, കമ്പ്യൂട്ടർ കാണുന്നത് പ്രശ്നം. ഈ നിങ്ങൾ കഥ കേട്ടിട്ടില്ലേ? ജീവിതത്തിൽ മുഴുവൻ തെറ്റ് ചെയ്ത് ജീവിച്ച ഒരാളാണ്. മദ്യം കഴിക്കും, മയക്കുമരുന്ന് ഉപയോഗിക്കും, എന്തൊക്കെ വൃത്തിയായിട്ടുണ്ടെന്ന് മുഴുവൻ കാണിക്കും. ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകും? സ്വർഗം, നരകം, എവിടെ പോകും? മോശമായിട്ട് ജീവിച്ച ആളാണ്, എങ്ങോട്ട് പോകും? നരകം. ഇദ്ദേഹം മരിച്ച കറക്റ്റ് സമയത്ത് ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് ഭൂകമ്പം ഉണ്ടായി, 1,00,000 ആളുകൾ മരിച്ചുപോയി. ഇദ്ദേഹം അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് തിരക്ക്. ചിത്രഗുപ്തൻ ഇങ്ങനെ പേര് ചോദിക്കുന്നു, രജിസ്റ്റർ പരിശോധിക്കുന്നു, സ്വർഗമാണോ നരകമാണോ എഴുതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അന്നാണ് ഒരു 3 പേര് ലീവ്. ഇദ്ദേഹത്തിന് നിർഭാഗ്യവശാൽ എഴുതി കൊടുത്ത സമയത്ത് സാധനം തെറ്റിപ്പോയി. നരകത്തിന് വേറെ സ്വർഗത്തിൻ്റെ ടോക്കൺ കൊടുത്തുപോയി. പുള്ളിയല്ലേ ആൾ മിണ്ടിയില്ല. പുള്ളി ഭൂമിയിൽ നിന്ന് പറഞ്ഞു കേട്ട കുറേ കാര്യങ്ങളുണ്ട്. റെഡ് കാർപ്പറ്റ്, മദ്യചഷകവുമേന്തിയ മദ്രാശിമാർ, എന്തൊക്കെ പ്രതീക്ഷയായിരുന്നറിയോ? നേരെ അകത്തേക്ക് കിടക്കുകയാണ്. ചെല്ലുമ്പോൾ ആരുമില്ല. ഒരു 2-3 പേര് ഒഴിഞ്ഞ ഗ്രൗണ്ടാണ്, ആരുമില്ല അവിടെ. മഹാത്മാഗാന്ധിയുണ്ട്, ബുദ്ധനുണ്ട്, പിന്നെന്താ പറയുക, മദർ തെരേസയുണ്ട്. 2-3 പേര് കണ്ണടച്ചിരിക്കുകയാണ്, ഒറ്റ അക്ഷരം പോലും മിണ്ടുന്നില്ല. ആരെങ്കിലും സംസാരിക്കേണ്ടത് വിചാരിച്ച് ഗാന്ധിജിയുടെ കാലിൽ തട്ടിയ സമയത്ത് ഗാന്ധിജി കണ്ണുപോലും തുറക്കാതെ അഹിംസ അഹിംസ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്ത് ചെയ്യാൻ പറ്റും? മടുത്തു. അപ്പോൾ നോക്കുന്ന സമയത്താണ് ഒരു ഗ്ലാസ് കണ്ടോ, ആ ഗ്ലാസിൻ്റെ അപ്പുറത്ത് മദ്യചഷകമേന്തിയ മദുരാക്ഷിമാരുണ്ട്, കഞ്ചാവിൻ്റെ പുകയുണ്ട്, നീല ചിത്രങ്ങളുണ്ട്, മനോഹരമായ കാഴ്ചയാണ്. സെക്യൂരിറ്റി വിളിച്ചതിന് ശേഷം ചില്ലിൻ്റെ അപ്പുറത്ത് ഏതാ സ്ഥലം എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു അതാണ് നരകം. അതാണോ നരകം എന്ന് ചോദിച്ചുകൊണ്ട് ഇയാൾ നേരെ റിസപ്ഷനിലേക്ക് ഓടി വന്നതിന് ശേഷം ചിത്രഗുപ്തനോട് പറഞ്ഞു, നിങ്ങൾ ഈ ഭൂമിയിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും പറ്റില്ല, എനിക്ക് നരകം എന്ന് പറഞ്ഞാൽ നരകം തന്നെ വേണം. ഓക്കെ, നരകത്തും കൊടുത്തു. അകത്തേക്ക് കിടക്കുന്ന സമയത്ത് 5-8 മല്ലന്മാർ പിടിച്ച് തിളച്ച എണ്ണയിൽ മുക്കി അവിടെ വെച്ചു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഈ നരകമല്ല വേണ്ടത്, ചില്ലിൻ്റെ അപ്പുറത്ത് കണ്ട നരകമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ പറഞ്ഞു മണ്ട, അത് നിന്നെപ്പോലെയൊക്കെയുള്ള ആളുകളെ യഥാർത്ഥ നരകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള പരസ്യ ചിത്രമാണ്. മനസ്സിലായോ? ഈ ടെലിവിഷനിൽ കാണുന്ന പല പരസ്യ ചിത്രങ്ങളും, പെണ്ണായാൽ പൊന്ന് വേണമെന്നൊരു പരസ്യ ചിത്രം കണ്ട് നമ്മുടെ കുട്ടികൾ വളർന്നു കഴിഞ്ഞാൽ പൊന്നില്ലെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ വിചാരം എന്താണെന്നറിയാമോ? ഞാൻ പെണ്ണല്ല എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ കുട്ടികളോട് പറയണം, മക്കളെ നിങ്ങളാണ് പൊന്നെന്ന് മക്കളോട് പറയാൻ സാധിക്കണം. മൊബൈൽ ഫോൺ ഗ്ലാസിൻ്റെ അപ്പുറത്ത് കാണുന്ന പല ദൃശ്യങ്ങൾ കൂട്ടിക്കൊണ്ടുപോകുന്നത് നരകത്തിലേക്കാണ്. അപ്പോൾ ബി കെയർഫുൾ. ഓക്കെ, അടുത്ത ചോദ്യം ചോദിക്കാം. സാർ, എൻ്റെ പേര് സദാനന്ദൻ. സാറ് ആദ്യകാലങ്ങളിലാണ് കൂടുതൽ മാജിക് കണ്ടിരിക്കുന്നത്, ഈയിടെയായിട്ട് അധികം കാണുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? മാജിക്കും ജീവിതവും തമ്മിലുള്ള ബന്ധം എന്താണ്? മാജിക്കും ജീവിതവും തമ്മിലുള്ള ബന്ധം. ഓക്കെ, എൻ്റെ മാജിക്കും ജീവിതവും തമ്മിലുള്ള ബന്ധമാണോ ചോദിച്ചത്? യഥാർത്ഥ മാജിക്കും ജീവിതവും തമ്മിലുള്ള ബന്ധമാണോ? ഓക്കെ, എൻ്റെ ജീവിതവും മാജിക്കും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ആദ്യം പറയാം. എൻ്റെ ജീവിതം മാജിക്ക് തന്നെയാണ്. ഞാൻ മജീഷ്യനായിട്ട് ജനിച്ചു, മജീഷ്യനായിട്ട് ജീവിക്കുന്നു, മജീഷ്യനായിട്ട് മരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എൻ്റെ വീട് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്ത് കവളമുക്കട്ട എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. എൻ്റെ അച്ഛനൊരു സാധാരണ കന്നുകൂട്ടുകാരനായിരുന്നു. അച്ഛൻ എഴുത്തും വായനയൊന്നും അറിയില്ലായിരുന്നു.
എല്ലാ ദിവസവും രാവിലെ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത്, ഞാൻ ഉറങ്ങി എണീക്കുന്ന സമയത്ത് ഒരു നുകവും എടുത്തുകൊണ്ട് അച്ഛൻ ഒരു ചെളി പിടിച്ച തോർത്തുമുണ്ടെടുത്ത് കന്നുകൂട്ടാൻ പോണതാണ്. ഒരു ചെമ്മണ്ണ് തേച്ച ഒറ്റ മുറിയുള്ളൊരു വീട്ടിലാണ് ഞാനും എൻ്റെ ഞങ്ങൾ ജ്യേഷ്ഠന്മാരും ചേച്ചിയും എല്ലാം പിറന്നു വീണത്. 5 മക്കളാണ് ഞങ്ങൾ. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ പരമദാരിദ്ര്യം. രാത്രി ഭക്ഷണം കഴിക്കാതെ കഞ്ഞിവെള്ളം മാത്രം കുടിച്ചുറങ്ങിയ രാത്രികളായിരുന്നു. പക്ഷേ അച്ഛൻ എഴുത്തും വായനയും അറിയില്ലായെങ്കിൽ പോലും മനോഹരമായിട്ട് കഥകൾ പറയുമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, അച്ഛൻ ജീവിതം എന്താണ് എന്ന്, എന്ത് മാജിക്കാണെന്നുള്ളത് അച്ഛനാണ് എന്നെ പഠിപ്പിച്ചത്. അച്ഛൻ എന്നോട് പറയുമായിരുന്നു, ഞാൻ മാജിക്ക് പഠിച്ച് തുടങ്ങിയപ്പോൾ, കുട്ടിയെ, അച്ഛൻ മരിക്കണവരെ എന്നെ കുട്ടിയെന്നാണ് വിളിച്ചത്. അച്ഛൻ പറയും, കുട്ടിയെ, നീ കാണിക്കുന്ന മാജിക്കൊന്നൊരു മാജിക്കല്ല, ലോകത്തിലെ ഏറ്റവും വലിയ മാജിക് എന്തെന്ന് നിനക്കറിയാമോ? അച്ഛൻ ചോദിക്കും. അറിയില്ലെന്ന് പറഞ്ഞ് കണ്ണു പിടിച്ച് നിൽക്കും. അച്ഛൻ പറയും, ലോകത്തിലെ ഏറ്റവും വലിയ മാജിക്കാണ് സ്നേഹം. സ്നേഹം, സ്നേഹത്തിലപ്പുറം യാതൊരു മാജിക്കുമില്ല. രാമായണത്തിൽ ലക്ഷ്മണൻ സീതയോട് പറയുന്നൊരു വാക്കുണ്ട്, ഒരു ചരൽക്കല്ലിനൊരു തടാകത്തെ ചലിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ സ്നേഹമെന്ന പ്രതിഭാസത്തിന് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഇളക്കി മറിക്കുവാൻ സാധിക്കുമെന്ന്. ഒന്നും മനസ്സിലാവാത്ത വള്ളി ട്രൗസറിട്ട ഗോപി എന്ന് പറയുന്നൊരു കുട്ടിയെ കൈവിരൽ പിടിച്ചുകൊണ്ടുപോയി കുളത്തിൻ്റെ അരികിൽ പോയിട്ടൊരു കല്ലെടുത്തതിന് ശേഷം കുളത്തിൻ്റെ നടുവിലേക്ക് എറിയും അച്ഛൻ. ആ കല്ല് വീണ സ്ഥലത്ത് നിന്നും അലകളായി കരയിൽ തട്ടി അതേ സ്പോട്ടിലേക്ക് തന്നെ തിരിച്ചിങ്ങനെ വരുമ്പോൾ അച്ഛൻ പറയും, നോക്കടാ, അതാണ് സ്നേഹം. സ്നേഹം കൊടുത്താൽ ജീവിതത്തിൽ എന്തെങ്കിലും സ്നേഹം നിനക്ക് തിരിച്ചു കിട്ടും. ഇതാണ് അച്ഛൻ പഠിപ്പിച്ച പാഠം എന്ന് പറയുന്നത്. അതാണ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്. ഇതൊരു സ്കൂളിൽ പഠിക്കാൻ പറ്റില്ല, കോളേജിൽ പഠിക്കാൻ പറ്റില്ല, അല്ലേ? ഇതിനകത്ത് ഡിഗ്രി ഒന്നുമില്ല. ഇത് അച്ഛൻ പറഞ്ഞു തന്ന പാഠമാണ്. ഞാൻ അങ്ങനെ 7ാമത്തെ വയസ്സിലാണ് മാജിക് പഠിക്കാൻ തുടങ്ങിയത്. 10ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യത്തെ വേദിയിൽ മാജിക് അവതരിപ്പിക്കുന്നത്, ചുങ്കത്തറയിൽ. 2 മാജിക് അവതരിപ്പിച്ചു. 2 മാജിക്കും ഫ്ലോപ്പായി പൊളിഞ്ഞുപോയി. മാജിക്കിന് എന്നെ പറ്റില്ല എന്ന് ഞാൻ വിധി എഴുതി. സ്റ്റേജിൻ്റെ പിന്നിലേക്ക് ഓടി. വേദിക്ക് മുമ്പിൽ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന എൻ്റെ അച്ഛൻ സ്റ്റേജിൻ്റെ പിന്നിലേക്ക് വന്നു. അച്ഛൻ്റെ മടിയിൽ കിടന്ന് ഏങ്ങി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇനി ഞാൻ മാജിക്കിന് സ്റ്റേജിലേക്ക് പോവില്ല എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞ വാക്കുണ്ട്, വിജയത്തിൽ നിന്ന് നിനക്ക് ഒരു പാഠവും പഠിക്കില്ല കുട്ടിയെ, പരാജയത്തിൽ നിന്ന് മാത്രമേ നിനക്ക് പാഠങ്ങൾ പഠിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തൊരു മഹത്തായ പാഠം! വിജയത്തിൽ നിന്ന് ഒരു പാഠവും പഠിക്കാൻ സാധിക്കില്ല, പരാജയത്തിൽ നിന്ന് മാത്രമേ പാഠങ്ങൾ പഠിക്കാൻ സാധിക്കുകയുള്ളൂ. ഡിഗ്രി കഴിഞ്ഞു മഞ്ചേരി NSS കോളേജിൽ നിന്ന്. അതിനുശേഷം ബാംഗ്ലൂരിൽ അച്ഛൻ നിർബന്ധമായി പിടിച്ച് ബാംഗ്ലൂരിൽ LLBക്ക് കൊണ്ടുപോയി ചേർത്തു. 1 വർഷം വക്കീൽ പഠനം. തിരിച്ചു പോന്നു. മാജിക്കിനുള്ള പ്രണയം കാരണം നാട്ടിലേക്ക് തിരിച്ചു പോന്നു. എൻ്റെ പ്രിയപ്പെട്ട അച്ഛനുമായിട്ട് ഞാൻ പിണങ്ങി. കണ്ടാ മിണ്ടാതെയായി. റബ്ബർ ഷീറ്റ് അടിക്കുന്ന റാട്ടപ്പുരയ്ക്കകത്തായി താമസം. അതിനകത്ത് താമസിച്ചുകൊണ്ട് മാജിക്കിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിച്ചു, കിട്ടാവുന്നതെല്ലാം ചെയ്തു, പ്രാക്ടീസ് ചെയ്തു. ഓരോ പ്രോഗ്രാം കിട്ടാൻ വേണ്ടിയിട്ട് കോട്ടയത്തും തിരുവനന്തപുരത്തും ആലപ്പുഴയിലും ഇറങ്ങി ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ സെക്രട്ടറിമാരെയും പ്രസിഡൻറ്റുമാരെയും കാണാൻ വേണ്ടി ഇറങ്ങി നടന്നു. റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുറങ്ങി, ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങി, ഭക്ഷണം കഴിക്കാതെ അലഞ്ഞ് നടന്ന് ഷോസ് കിട്ടാൻ തുടങ്ങി. 300 രൂപ 400 രൂപയ്ക്കാണ് ബുക്കിംഗ് ഫീസ്. അപ്പോൾ എനിക്ക് തോന്നി ഒരു മണ്ടത്തരം, ഒരു പഴയ ബസ് മേടിക്കണം ട്രൂപ്പിന് പോകാനെന്ന്. ഒരു പഴയ ബസ് മേടിച്ചു, KLM 3037. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച പോലെ മോഹൻലാൽ ഒരു സിനിമയിൽ ഒരു ബസ് വാങ്ങിച്ച് പെട്ടുപോകുന്നില്ലേ, അതിനേക്കാൾ ദുരന്തമായിരുന്നു. തിരിച്ചടപടയ്ക്കാൻ സാധിക്കുന്നില്ല. ഒരു സേട്ടുവിൻ്റെ കയ്യിൽ നിന്ന് അടവെടുത്തിട്ടാണ് ബസ് മേടിച്ചത്. അടവടയ്ക്കാൻ സാധിക്കുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ബസ് പിടിച്ചുകൊണ്ടു എന്നുള്ള ഘട്ടം വന്നപ്പോൾ ഞാൻ എൻ്റെ അച്ഛനോട് പൈസ ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, നിൻ്റെ മുടിഞ്ഞ മാജിക്കിന് 5 പൈസ തരില്ല എന്ന് പറഞ്ഞു. ഞങ്ങളുടെ കവളമുക്കട്ട ഗ്രാമത്തിൽ ഇലക്ട്രിസിറ്റി വന്ന സമയം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ട്രാൻസ്ഫോമർ. പെട്ടെന്ന് തോന്നിയത് ആത്മഹത്യ ചെയ്യാനാണ്. ഒരു സന്ധ്യയ്ക്ക് ആ ട്രാൻസ്ഫോമറിൻ്റെ നേരെ നടന്നു. അതിൻ്റെ മേളിൽ കയറി കമ്പിയിൽ പിടിക്കാൻ വേണ്ടി കയ്യിൽ ഉയർത്തുമ്പോൾ എൻ്റെ കൂടെ പഠിച്ച രാജൻ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ താഴേക്ക് പഠിച്ച് വലിച്ചിട്ടതുകൊണ്ടാണ് ഈ മൈത്രിയുടെ വേദിയിൽ ഇപ്പം ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് സാധിക്കുന്നത്. പക്ഷേ ഞാൻ എന്തുകൊണ്ടിത് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവിതത്തിൽ എല്ലാ യാതനകളും അനുഭവിച്ച് വളർന്നൊരു മനുഷ്യനാണ് ഞാൻ. പക്ഷേ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന വ്യക്തി ആരാണ് എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നെഞ്ചിൽ കൈവച്ച് ഞാൻ പറയും, ഞാനാണെന്ന് പറയും. കാരണം ഏതൊരു മേഖലയെ ഞാൻ പ്രണയിച്ചുവോ അതാണ് ആദ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ജീവിതത്തിൽ ആരാണ് വിജയിക്കുന്നത്? പ്രണയമുണ്ടാവുന്നൊരു മേഖലയിൽ അതേ പ്രണയത്തോടുകൂടി ജീവിതത്തിൻ്റെ അവസാനം വരെ ജീവിച്ചു തീർക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അയാളാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. ആ പ്രണയം മാജിക്കിനോട് ഇപ്പോഴും ഉണ്ട്. പക്ഷേ എന്തുകൊണ്ട് മാജിക് നിങ്ങൾ കൂടുതൽ കാണുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാജിക് ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കില്ല, ഷോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് അത് ഓൺലൈനിൽ വരില്ല. സോഷ്യൽ മീഡിയയിൽ മുഴുവൻ വരുന്നത് ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങളാണ്. ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നുണ്ടല്ലോ അവിടെ, അല്ലേ? ഇത് നാളെ ഓൺലൈനിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ആളുകൾ കാണും. ഷോസ് ആണെങ്കിൽ നമ്മൾ നോ വീഡിയോഗ്രാഫി എന്ന് ആദ്യം എഴുതി കൊടുക്കും. അതുകൊണ്ടാണ് അത് കൂടുതൽ കാണാത്തത്. ഷോസ് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ കൂടുതൽ എനിക്കിഷ്ടം, ഒരു സത്യം പറയാം, ഇത്തരം മാതാപിതാക്കളോട് സംസാരിക്കുന്നതാണ്. എനിക്ക് നിങ്ങളുടെ കണ്ണിൽ കാണുന്ന ഈ വെളിച്ചം, ഈ വിസ്മയം, അല്ലേ, അതാണ് കൂടുതൽ എന്നെ ആകർഷിക്കുന്നതും കൂടുതൽ സന്തോഷം തരുന്നതും. ദാറ്റ്സ് ഓൾ. ഓക്കെ, യാ. അടുത്ത Mrs. Josephine Austin. Shall I ask you a question? പ്ലീസ്. That is, Professor Mudukad. By magic, can you raise a dead person to life? Never. We are human being, madam.
We don't have any supernatural power. We are human being and we are using the art. Magic is purely science. Physics, chemistry, mathematics and psychology. That's only we are applying in magic. We don't have any supernatural power. പക്ഷേ ഞാൻ ആ മാഡം അത് ചോദിച്ചുകൊണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ഓഡിയൻസ് നിങ്ങൾ തിരുവനന്തപുരത്ത് എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ ഇവിടെ വന്നവരുണ്ട്, നിങ്ങൾ മാജിക് പ്ലാനറ്റ് കാണാൻ വേണ്ടിയിട്ട് വരണം. മാജിക് പ്ലാനറ്റ് എന്ന് പറയുന്നത് എൻ്റെ സ്വപ്ന പദ്ധതിയാണ്. ഗവൺമെൻറ് കിൻഫ്ര ഫിലിം വീഡിയോ പാർക്കിൽ അനുവദിച്ച ഒരു സ്ഥലത്താണ് മാജിക് പ്ലാനറ്റ് ഉള്ളത്. ലോകത്തിലെ ആദ്യത്തെ മാജിക് തീം പാർക്കാണ് മാജിക് പ്ലാനറ്റ്. തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ വരണം. തെരുവ് ജാലവിദ്യക്കാരെ, തെരുവിൽ അലഞ്ഞു നടക്കുന്ന അനാഥരായിട്ടുള്ള മജീഷ്യൻസിനെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തുടങ്ങിയത്. 2014 തുടങ്ങാൻ വേണ്ടിയിട്ട് ജീവിതം മുഴുവൻ അതിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചു. ഞാൻ എൻ്റെ വീട് വിറ്റു, എൻ്റെ വൈഫിൻ്റെ ഗോൾഡ് വിറ്റു, എല്ലാം നഷ്ടപ്പെടുത്തി മാജിക് പ്ലാനറ്റ് എന്ന് പറയുന്നൊരു സ്വപ്ന പദ്ധതി അവിടെയുണ്ട്. നിങ്ങൾ വരണം, വന്ന് കാണണം. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ആസ്വദിക്കാൻ സാധിക്കും. വേറെ എവിടെ പോയാലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അവിടെ മാത്രമേ ഉള്ളൂ. ഇന്നവിടെ 47 സ്ട്രീറ്റ് പെർഫോമേഴ്സ്, അനാഥരായിട്ടുള്ള സ്ട്രീറ്റ് പെർഫോമേഴ്സ്, സർക്കസ് ആർട്ടിസ്റ്റുകളും ഈ കലാകാരന്മാരും അവിടെ ഉണ്ട്. അവർക്ക് വീടില്ലായിരുന്നു. ഞാൻ എൻ്റെ ഒരു 30 സെൻറ്റ് സ്ഥലം
എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. കുട്ടികളെ നമ്മുടെ ഭാഷയിലേക്ക് ഇങ്ങനെ അടുപ്പിക്കുക. എൻ്റെ ഭാഷയുടെ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് ഗൾഫിലുള്ള മലയാള ഭാഷയാകുന്ന എൻ്റെ അമ്മ ഭാഷയെ പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. ഭാഷ തന്നെ എൻ്റെ ഭാഷയ്ക്ക് പ്രണാമം. തുഞ്ചൻ തൻ തിരുനാരായത്തിൻ തുഞ്ചേത്തുഞ്ഞാലാടി കൊഞ്ചും കിളിമകൾ പാടി വളർത്തിയ മഞ്ജുതരം മൊഴി മലയാളം. തുഞ്ചൻ തൻ തിരുനാരായത്തിൻ തുഞ്ചേത്തുഞ്ഞാലാടി കൊഞ്ചും കിളിമകൾ പാടി വളർത്തിയ മഞ്ജുതരം മൊഴി മലയാളം. അമ്മിഞ്ഞപ്പാൽ തുള്ളികളായി നമ്മിലലിഞ്ഞു മലയാളം. അമ്മയുറക്കാൻ പാടിയ പാട്ടിലെ അൻപാണല്ലോ മലയാളം. അമ്മിഞ്ഞപ്പാൽ തുള്ളികളായി നമ്മിലലിഞ്ഞു മലയാളം. അമ്മയുറക്കാൻ പാടിയ പാട്ടിലെ അൻപാണല്ലോ മലയാളം. മാമ്പൂവിൻ മണമോലും നമ്മുടെ നന്മൊഴി നറുമൊഴി മലയാളം. മാമ്പൂവിൻ മണമോലും നമ്മുടെ നന്മൊഴി നറുമൊഴി മലയാളം. ഇളനീർ മധുരം ഇനിയും നമ്മുടെ ഹൃദയത്തിരുമൊഴി മലയാളം. തുഞ്ചൻ തൻ തിരുനാരായത്തിൻ തുഞ്ചേത്തുഞ്ഞാലാടി കൊഞ്ചും കിളിമകൾ വാടി വളർത്തിയ മഞ്ജുതരം മൊഴി മലയാളം. നമുക്ക് ഈ ചെറിയ കുട്ടികൾക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ സമയമുണ്ടാവും ഇല്ലേ? ഈ ചെറിയ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു ആശ്വാസവും ഇല്ലേ? ശരിയല്ലേ അത്? കാരണം ചില കുട്ടികളുടെ വർത്തമാനവും എൻ്റെ ഈ ഡയലോഗും തമ്മിൽ തീരെ ചേർന്നു പോവില്ല. അപ്പോൾ കൊച്ചു കുട്ടികളെ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് വയറ് നിറച്ച് എന്തെങ്കിലും കൊടുക്കുക ചകരെ, അത് വളരെ ഉചിതമായിരിക്കും. നർത്തകിമാരൊക്കെ അവിടെ ഇരുന്നോട്ടെ, നല്ല നർത്തകി ലക്ഷണമുള്ള കുട്ടികളൊക്കെ അവിടെ ഇരിക്കട്ടെ. അപ്പം ഞാൻ വരുന്നത് കേരളത്തിൽ നിന്നാണ്. ഇതും നമുക്കൊരു കേരളമാക്കാം. കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ജീവിക്കുന്നത് വെള്ളത്തിൽ നിന്നുണ്ടായ കേരളത്തിലാണ്. കേരളം വെള്ളത്തിൽ നിന്നാണ് ജനിക്കുന്നത്. കേരളത്തിൽ ഒരിക്കലൊരു കേരളം ഉണ്ടാക്കി പരശുരാമൻ സൃഷ്ടിച്ച കേരളം. ആ കേരളം വീണ്ടും വെള്ളം കയറിപ്പോയി. രണ്ടാമത് വെള്ളം കയറിപ്പോയപ്പോഴാണ് അന്ന് കേരളത്തിൽ താമസിച്ചിരുന്ന മുനിമാരൊക്കെ ചെന്നിട്ട് വീണ്ടും മലയിൽ താമസിക്കുന്ന പരശുരാമനോട് പറഞ്ഞു, അത് വളരെ നല്ല നാടാണ്, ഇവിടെ പലതും വളരും, അവിടെ വിളങ്ങും, ഇവിടെ തിളങ്ങും, അതുകൊണ്ട് നമുക്ക് ആ നാട് തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ പരശുരാമൻ താഴെ ഇറങ്ങി വന്ന് ചോദിച്ചു, ആരോട് സംസാരിക്കണം വെള്ളത്തിൽ മുങ്ങിയ ഈ കേരളത്തെ രക്ഷിക്കാൻ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കടലിൻ്റെ രാജാവിനോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. കടൽ രാജാവിനോട് പോയി പരശുരാമൻ പറഞ്ഞു, അത് അവർക്ക് വിട്ടുകൊടുത്തേക്കോ, വളരെ നല്ല നാടാണ് എന്ന് പറയുമ്പോൾ കടൽ രാജാവ് പറഞ്ഞാൽ നടക്കില്ല, നിങ്ങൾ ഒരിക്കൽ ഞങ്ങളിൽ നിന്ന് തട്ടിയെടുത്ത് കൊണ്ടുപോയതാണ്. എന്നാൽ പിന്നെ വരുണനോട് ചോദിക്കാം, മഴ പെയ്യിക്കുന്ന ആളാണ്. വരുണനോടും പോയി പരശുരാമൻ അപേക്ഷിച്ചു, അതൊന്ന് വിട്ടുകൊടുത്തേക്ക്. വരുണൻ പറഞ്ഞു, ഇനി നടക്കില്ല, അത് വെള്ളത്താൽ നിറഞ്ഞു കിടക്കേണ്ട ഒരു സ്ഥലമാണ്. അങ്ങനെ ദേഷ്യം വന്ന പരശുരാമൻ വീണ്ടും തൻ്റെ കയ്യിലുള്ള കോടാലി എടുത്തു. കോടാലി എന്ന് പറഞ്ഞാൽ അതിനെന്താ പറയുക, മഴു. അത് എടുത്തുകൊണ്ട് അന്നത്തെ നമ്മുടെ കേരള അതിർത്തിയായ ഗോകർണത്ത് പോയി നിന്ന് കൈയൊന്നും നീട്ടിപ്പിടിച്ച് ഒന്നും കൂടെ ദേഷ്യത്തോടെ ഇതെടുത്ത് ഒരു ഏറുകൂടെ എറിഞ്ഞു. രണ്ടാമത് എറിഞ്ഞപ്പോൾ അതിങ്ങനെ തിരിഞ്ഞാണ് അത്ര പോയത്. പരശുരാമൻ്റെ കോപാഗ്നി മുഴുവൻ അതിലുണ്ടായിരുന്നു. തിരിഞ്ഞു പോകുമ്പോൾ അതിൽ നിന്നും അഗ്നി താഴേക്ക് വർഷിക്കുന്ന കണ്ട് ഭയപ്പെട്ട് സമുദ്രം പിൻവാങ്ങുകയും വീണ്ടും കേരളം പൊങ്ങി വന്നു എന്നാണ് ഐതിഹ്യം. അങ്ങനെ പരശുരാമനാൽ രണ്ടാമത് സൃഷ്ടിക്കപ്പെട്ട വെള്ളത്തിൽ നിന്ന് നാം രക്ഷിക്കപ്പെട്ട ആ കേരളം ഇപ്പം ശരിക്കും വെള്ളം കയറിയിരിക്കുക. ആ വെള്ളമാണ് യഥാർത്ഥ വെള്ളം. ആ വെള്ളത്തിന് സമയവും കാലമൊന്നുമില്ല. കാലത്താവാം, ഉച്ചയ്ക്കാവാം, വൈകുന്നേരം ആവാം, ഒരു കുട്ടി ജനിച്ചാലാവാം, 28 കെട്ടിനാവാം, 6-ാം മാസമാവാം, 1-ാം പിറന്നാളിനാവാം, കല്യാണത്തിൻ്റെ തലേദിവസമാവാം, കല്യാണമാവാം, ചത്താലാവാം, എല്ലാം ആ വെള്ളത്തിൽ. രാവിലെ മുതൽ വെള്ളത്തിൽ പള്ളി കൊള്ളുകയാണ് കേരളം. ഞാൻ പലപ്പോഴും ഇങ്ങനെ ഫ്ലൈറ്റിൽ ഇങ്ങനെ പോകുമ്പോൾ കേരളം എത്തുമ്പോൾ ഇങ്ങനെ നോക്കാറുണ്ട്. ചെറിയ ഫിറ്റാ, ചെറുതായിട്ട് ഇങ്ങനെ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളം. അപ്പോൾ വെള്ളത്തിൽ നിന്നുണ്ടായ കേരളം വീണ്ടും വെള്ളം കൊണ്ട് ഇല്ലാതാകുന്നതാണ്. ഒരു വെള്ളത്തിൽ നിന്ന് ജനിച്ച കേരളം മറ്റൊരു വെള്ളം കൊണ്ട് ഇല്ലാതാകുന്നു. പിന്നെ മാത്രമല്ല, പരശുരാമൻ്റെ കയ്യിലുണ്ടായിരുന്ന മഴു അന്നും ഇരുമ്പായിരുന്നു ആ സാധനം.
അത് ഇപ്പോഴും അവിടെയുണ്ട്. അതിൻ്റെ ബാക്കി എടുത്തിട്ട് നമ്മൾ മലയാളികൾ ഒരു ആയുധം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് പാര. മൈത്രി അസോസിയേഷൻ ജനിച്ചിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. പക്ഷേ 6 മാസമോ 1 കൊല്ലമോ കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാധനം വരാതെ നോക്കണം കേട്ടോ. ആ പാരവെപ്പ്, ഈ പാരവെക്കുക എന്ന് പറഞ്ഞാൽ അതായത് മുമ്പിൽ കാണുന്ന പല്ലുകൊണ്ട് ചിരിക്കും, അണപ്പല്ല് കൊണ്ട് ഞെരിക്കും, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടാ പണി എന്നാണ്. ഇപ്പൊ കേരളത്തിൽ നടക്കുന്നതും പാരപ്പണികളാ. അസാമാന്യമായ പാരവിദഗ്ധന്മാരാണ് നമ്മുടെ ഓരോരുത്തരും. അങ്ങനെയുള്ള കേരളത്തിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളെല്ലാവരും സിനിമ കാണുന്ന ആൾക്കാരാണ്. സിനിമയിലെ എൻ്റെ സിനിമാ സഹപ്രവർത്തകരൊക്കെ ഇപ്പോൾ അവിടെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും അങ്ങോട്ട് പോകേണ്ട ഒരാളാണ് ഞാൻ. അപ്പം സിനിമയെ പറ്റി പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമയിലെ ആളുകൾ നായകന്മാരാണ്. സിനിമ ജനിച്ചു വളർന്നിട്ട് 85 കൊല്ലമായി. ആദ്യത്തെ നായകൻ എന്ന് പറഞ്ഞാൽ തിക്കുറിശ്ശി സുകുമാരൻ നായർ സാറാണ് ആദ്യത്തെ ഹീറോ. ആദ്യകാലത്തെ നായകന്മാരുടെ സങ്കല്പത്തിൻ്റെ പരിപൂർണത എന്ന് പറഞ്ഞാൽ ഒരു 2-ാം മുണ്ടാണ്. ഇങ്ങനെ ഒരു 80കളിലൊക്കെ ഈ 2-ാം മുണ്ടിട്ടാൽ വലിയ പ്രൗഢിയുടെ ലക്ഷണമാണ്. ഇങ്ങനെ 2-ാം മുണ്ടിട്ട് ഒരാൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും പ്രൗഢി. ഇന്നുമുണ്ടത്, പക്ഷേ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഈ സാധനമാണ് കേരളത്തിലെ 40 ഡിഗ്രി ചൂടിൽ ഈ സാധനം ഇട്ട ആൾക്കാരെ ഐ എം ദാറ്റ് സ്റ്റൈലിംഗ് വൺസ് ദ കോർപ്പറേറ്റ്. ഇപ്പം നീളം കുറഞ്ഞു പോയി. പക്ഷേ ആദ്യകാലത്ത് 50കളിൽ, അല്ലെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം സിനിമ എന്തിനാണ്, നാടകം എന്തിനാണ് ചാക്യാര്, എന്തിനാണ് കൂത്ത്, എന്തിനാണ് തുള്ളല്, എന്തിനാണ് ദൃശ്യകലകൾ? ഇത് ജീവിതം തന്നെയാണ്. ജീവിതത്തിന് നേരെ പിടിച്ച ഒരു കണ്ണാടിയാണ് ഓരോ കലയും. അപ്പം 50കളിൽ ജീവിതത്തിൽ ഒരിക്കലും ഭർത്താവിനെ ഭാര്യ അല്ലെങ്കിൽ കാമുകനെ കാമുകി പേര് വിളിച്ചിരുന്നില്ല. 50കളിൽ നായകനെ വിളിച്ചിരുന്നത് ഒന്നും വിളിക്കില്ല, ദേ, ഇവിടെ, നോക്കൂ, നേ, ഭവാൻ, അങ്ങ്, അങ്ങനെയായിരുന്നു 50കളിൽ. അന്ന് അങ്ങനെയാണ് കീഴ്വഴക്കം. നമ്മുടെ അമ്മൂമ്മമാരോടൊക്കെ ചോദിച്ചറിയാം, നമ്മുടെയൊക്കെ അമ്മൂമ്മമാരോട് പേര് പറയുകയില്ല. നോക്കൂ, ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഓ, അങ്ങനെയായിരുന്നു. 60കളായപ്പോൾ കുറച്ചുകൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്തതെന്ന് അറിയില്ല. അപ്പോഴാണ് ചേട്ടാ വിളി തുടങ്ങിയത്. ഭാര്യ ഭർത്താവിനെയും കാമുകനിക്ക് ഷീലയൊക്കെ ചേട്ടാന്ന് വിളിക്കുന്ന കേട്ടിട്ട് എൻ്റെ പൊന്ന് ചേട്ടാ, ചേട്ടനെ ഒന്ന് കാണുമ്പോൾ ഞാൻ തന്നെ നെടുവീർപ്പിട്ടിട്ടുണ്ട്. കാരണം ഷീലയോ നെടുവീർപ്പിടുന്നു, അതിനേക്കാൾ വലിയ നെടുവീർപ്പാണ് ഓ ചേട്ടൻ അങ്ങനെ നിന്നപ്പോഴാണ് ചേട്ടൻ്റെ ഒരു മുഖഭാവം അങ്ങനെയായിരുന്നു. അപ്പോൾ അത് 60കളും 70കളും 80കളുടെ പകുതിയായപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഉയർച്ച കൊണ്ടാണോ അതല്ലെങ്കിൽ നാം മറ്റൊരു സൊസൈറ്റിയുമായി അടുക്കുന്നത് കൊണ്ടാണോ എന്നറിഞ്ഞുകൂടാ, 90കൾ 80കളുടെ അവസാനം മുതൽ കുറേ കാലം ഭാര്യയും ഭർത്താവ് അങ്ങോട്ടും ഇങ്ങോട്ടും പേരാ വിളിച്ചിരുന്നു. ശോഭേ, രാജേന്ദ്ര, കുമുദം, ഗോപാലകൃഷ്ണ, അങ്ങനെയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇന്ന് അത് വളർന്നു വലുതായി പുതിയ നൂറ്റാണ്ട്, പുതിയ സഹസ്രാബ്ദം പിറന്നപ്പോൾ 2000 ആണ്ട് മുതൽ 13 കൊല്ലമായി ഞാൻ കേരളത്തിൽ കേൾക്കുന്നു, സിനിമയിലും ജീവിതത്തിലും നാടകത്തിലും ഒക്കെ ആണും പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത് എടാ പോടാ എന്നൊരവസ്ഥയിലാണ്. ആടാ, പ്ലീസ് ഡാ, കം ഡാ, ഡൂ ഡാ, ഐ ലവ് യു ഡാ, ഐ മിസ് യു ഡാ, ഐ ഹേറ്റ് യു ഡാ, ഡൂ ഡാ. എനിക്ക് ഏറെ ഇംഗ്ലീഷ് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഡൂ ഡാ എന്ന് കേൾക്കുമ്പോൾ അതെന്താ അതിൻ്റെ ഉദ്ദേശം? പ്ലീസ് ഡാ, ഡൂ ഡാ, ഡാ. ഇപ്പം ആ വിളിയുടെ കാലമാണ്. അടുത്ത് എന്താവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ കുട്ടികളൊക്കെ വലുതാവുമ്പോൾ ചിലപ്പോൾ അച്ഛനായിരിക്കും അച്ഛാടാ, പ്ലീസ് ഡാ, കം ഡാ എന്നൊക്കെയാവും ഇനി വരാൻ പോകുന്നത്. ആർക്ക് പറയാൻ പറ്റും? എത്രയോ വാക്കുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു കാലം. പക്ഷേ ഈ ചേട്ടാവിളിയുടെ കാലത്താണ് പാട്ടിൻ്റെ ഒരു വലിയ കാലം. അതായത് പാട്ടുകൾ കൊണ്ട് മലയാളി, പാട്ടിലൂടെ മലയാളി ഒരു പുതിയ കാലത്തെ സൃഷ്ടിച്ചത്. പാട്ടിൻ്റെ ഒരു കേരളം ഉണ്ടായത്, പാട്ട് പാടുന്ന മലയാളം ഉണ്ടായത്. ആ കാലത്തെ ഒരു നായകനാണ് നിങ്ങളുടെ മുന്നിലേക്ക്. നിങ്ങളറിയും ഈ നായകനെ, പ്രണയത്തിൻ്റെ നായകൻ. ആരായിരുന്നു? കാമുകിമാരുടെ ഹൃദയത്തിലേക്ക് നേരിട്ടയച്ച പൂവമ്പുകളായിരുന്നു ഓരോ ഗാനങ്ങളും. ഒരിക്കലും നായികമാരെ നമ്മൾ ദ്രോഹിച്ചിരുന്നില്ല. ഒരു നായികയെപ്പോലും നമ്മൾ ശരീരത്തിൽ സ്പർശിച്ചിരുന്നില്ല. പിന്നെ മാത്രമല്ല, നായികമാരെ നാം ഒരിക്കൽ പോലും ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴോ അതല്ലെങ്കിൽ ഒരു ട്രെയിനിൽ പോകുമ്പോഴോ അതല്ലെങ്കിൽ ഒരു മോട്ടോർ ബൈക്കിൽ പോകുമ്പോൾ പോലും ഒരിക്കലും നോവിച്ചിരുന്നില്ല. നായികയെ തൊടുന്നത് പോലും വളരെ പവിത്രമായിരുന്നു. ഇങ്ങോട്ട് ഞാൻ ഒരു 2 ആഴ്ച മുമ്പ് ഒരു പുതിയ സിനിമയുടെ പേര് വന്നു, പീസ. ഇനി അടുത്തത് ബർഗർ,
അങ്ങനെയൊക്കെ ആവുമ്പോൾ ചിക്കൻ ചില്ലി ഫ്രൈ, അപ്പം അങ്ങനെയൊക്കെ ആയിക്കൂടെ ഭക്ഷണം? നമ്മുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം പുറമേ നിന്ന് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ്. ഏറ്റവും ശ്രേഷ്ഠമായ വീട്ടിലെ ഭക്ഷണം വേണ്ട, ഏറ്റവും ശ്രേഷ്ഠമായ ഭക്ഷണം കഞ്ഞിയാണ്. നമ്മൾ മലയാളികളുടെ കൃത്യമായ ഭക്ഷണം കഞ്ഞിയാണ്. കഞ്ഞി എന്ന് പറഞ്ഞാൽ പോരെ, ആ ജയരാജ് വരെ ആ പറഞ്ഞ ആളൊരു കഞ്ഞി എന്ന് പറയും. അപ്പൊ സുന്ദരി നടന്നു പോകുമ്പോൾ നായകൻ പാടുന്ന കോഴിയിറച്ചിയുടെ ഈ ശരീരത്തിനകത്ത് എന്തെല്ലാം ഭക്ഷണം എന്ന് പറഞ്ഞപ്പോ എണീറ്റ് പോവാണോ? ഓ, ഭക്ഷണം കണ്ടാലും ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരാളാ. പറഞ്ഞോ, ആരോഗ്യപരമായി ഭക്ഷണത്തെ പറ്റി പറയുമ്പോ ഇനി അടുത്തിരിക്കുന്ന ആൾക്ക് തോന്നണ്ട എന്തെങ്കിലും ഒന്ന് കഴിക്കുക. അപ്പൊ ഇപ്പോ നമ്മുടെ ഈ ശരീരത്തിനകത്ത് കറങ്ങുന്ന ഒരു ചക്രത്തെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയ ഇല്ല. ഉണ്ടോ? ജനഗണമനയുടെ അർത്ഥമറിയാതെയാണ് പല സ്കൂളിലും അത് പാടുന്നത്. പഠിപ്പിക്കുന്ന ആൾക്ക് പറഞ്ഞുകൂടാ, പാടുന്നവർക്ക് പറഞ്ഞുകൂടാ. ഈ ശരീരത്തിനകത്ത് എന്തൊക്കെ ചക്രങ്ങൾ തിരിയുന്നു. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഷവർമ കഴിച്ച് ശവമാകുന്നു. ഇവിടെയൊക്കെ ഷവർമ ഉണ്ടാക്കുന്ന കൃത്യം ടെമ്പറേച്ചറിലാണ് അല്ലേ? നമ്മുടെ നാട്ടിൽ മാലിന്യങ്ങളുടെ നടുക്കാണ് ഈ സാധനം കൊണ്ടുവച്ചിരിക്കുന്നത്. എന്നിട്ട് അത് തന്നെ ഷവർമ തിന്ന് ശവമാവുക, ബിരിയാണി തിന്ന് ഞെരിയാണി ഞരമ്പൊടിയുക, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടല്ലേ നായകൻ നടന്നു പോകുമ്പോൾ നായകൻ കോഴിയിറച്ചി ഹിറ്റാവുന്നു. ഒരു പെൺകുട്ടി നടന്നു പോകുമ്പോ കോഴി ചുമ്മാ കൊത്തിപ്പാടാതെ ചിക്കൻ ചില്ലി ഫ്രൈ ആയി നിന്നെ കൊത്തി വിഴുങ്ങും ഞാൻ. ചിക്കൻ ചില്ലി ഫ്രൈ ആയിട്ട് പെണ്ണിനെ കൊത്തി തിന്നാന്ന് പറഞ്ഞാൽ ആരെന്റെ പ്രൊഡ്യൂസർ? കോഴിക്കച്ചവടക്കാരനോ? പിന്നെ മാത്രമല്ല കേട്ടോ, ഇപ്പൊ ഈയിടെ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് അറിഞ്ഞൂടാ, നാണം എന്നൊരു വികാരം ഇല്ലാതായിരിക്കുന്നു. പിന്നെ മാത്രമല്ല 8ഓളം പെൺകുട്ടികളുടെ നടുക്ക് ഒരു ചെക്കനായിരിക്കും. ഇപ്പൊ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? 8 നിങ്ങൾ ഇടയ്ക്ക് നാട്ടിലേക്ക് വരൂ. 8 പെൺകുട്ടികൾ, 8ഓളം പെൺകുട്ടികളുടെ നടുക്ക് ഒരു ചെക്കൻ ബൈക്കിൽ. ഈ പെമ്പിള്ളേര് അവനോട് ആടാ പ്ലീസ് ഡാ ഒന്ന് ചാർജ് ചെയ്യടാ ഡാ എന്ന് പറഞ്ഞ വഴിക്കും ബൈക്ക് എടുത്ത്. ഇപ്പോഴത്തെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ആമ്പിള്ളേർക്ക് ചെവിയും കേൾക്കാൻ വയ്യ, എല്ലായിടത്തും കുത്തിവെച്ചിരിക്കുക. ഈ ഇടത്തെ ചെവിയിൽ 2 മൊബൈലിന്റെ ഇയർഫോൺ, ഇപ്പുറത്തെ ഐപോഡിന്റെ നവദ്വാരങ്ങളിലും കുത്തിവെച്ചിരിക്കാന്ന് തോന്നുന്നു. എവിടെയൊക്കെ. അതുകൊണ്ട് ചില കുട്ടികൾ ഇങ്ങനെ നടന്നു പോകുന്നതാണ്. ദ്വാരങ്ങൾ മുഴുവൻ ഇലക്ട്രോണിക്സ് യന്ത്രങ്ങൾ കുത്തിവെക്കപ്പെട്ട. അപ്പൊ അതുകൊണ്ട് ബൈക്കിൽ പോകുമ്പോൾ വെറുതെ ഇല്ല ബൈക്കിൽ പോവുക, ലോറിക്കടിയിൽ പെടുക. കാരണം ഇതാണ്, എന്നോടൊരു കോളേജ് പഠിക്കുന്ന പയ്യൻ പറയണ എന്നോട്, ഓ ഐ കാൺ ലിവ് വിതൗട്ട് ദിസ് ഇയർഫോൺ. അത് എടുത്ത അവന് നിശബ്ദതയാണ് അത്രേ. ഒരു പക്ഷിയുടെ ശബ്ദം കേൾക്കുന്നില്ല, പ്രകൃതിയിലെ ഒരു അനക്കങ്ങൾ കേൾക്കുന്നില്ല, ചെറിയ 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 ജീവജാലങ്ങളുടെ മൂളൽ കേൾക്കുന്നില്ല, അമ്മ പറയുന്നത് കേൾക്കുന്നില്ല, അച്ഛൻ പറയുന്നത് കേൾക്കുന്നില്ല, ഒന്നും കേൾക്കുന്നില്ല. ഇത് മാത്രം, ഇത് വെച്ചിട്ട് അതിൻ്റെ അകത്തുള്ള മുഴക്കങ്ങളിൽ മാത്രം ജീവിക്കുക. നാണം കുറച്ചൊക്കെ വേണം കേട്ടോ, നാണം. ഇത്തിരി നാണം ബാക്കിയുള്ള ആമ്പിള്ളേർക്കാ. നാണമുള്ള കാലത്താണ് നായകൻ നായികയോട് പറഞ്ഞു, ഞാൻ നാളെ എന്താണ് മേശ അതെയോ ചാക്കേരെ എന്താണ് നിങ്ങളെ കിള്ളിക്കുറിച്ച് മംഗലത്ത് കൂട്ടം അവതരിപ്പിച്ചിട്ടുണ്ടോ? ഓ ഉണ്ണേട്ടാന്ന് വിളിക്കില്ല, ഉണ്ണേട്ടേ. ഏട്ട എവിടെയാണ്? അതെയോ ഏട്ടക്ക് എന്താ പറയാനുള്ളതോ? നെമ്മാറ വേലയ്ക്ക് പോയിട്ട് ആൾക്കാരൊക്കെ വഴിയിൽ തിക്കുമുട്ടായിട്ട് വെറുതെ വഴിയിൽ കൂട്ടം കൂടെ തന്നെയോ. അപ്പൊ പാലക്കാട് നിന്ന് ഒരാള് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ വണ്ടി ഇറങ്ങി കുന്നംകുളത്തേക്കുള്ള ബസ് കിട്ടണം. ഒരു പ്രത്യേക ബസ് സ്റ്റോപ്പിൽ വന്നപ്പോൾ ഒരു സർവത്ത് കടയുടെ അവിടെ വന്നു, സർവത്ത് കലക്കുന്ന കട. ഈ പാലക്കാട്ടുകാരൻ ചോദിച്ചു, ഞാൻ പാലക്കാട് നിന്ന് വരെയാണ്. ചേട്ടൻ എന്തിട്ടാ വേണ്ടേ? കുന്നംകുളത്തേക്ക് പോകാനാണ്. ഇവിടെ ബസ് കിട്ടും? കുന്നംകുളത്തേക്കുള്ള ബസ് ഇവിടെ കിട്ടും. എത്ര സമയം എടുക്കും? ഒരു 20-25 മിനിറ്റ് എടുക്കും. അതെയോ? ഓ. അയാൾ തിരിഞ്ഞ ഉടനെ തൃശ്ശൂർക്കാരൻ, പിന്നെ എത്തിച്ച എന്ന് പറഞ്ഞാൽ സംഭവം മനസ്സിലായില്ലേ? അത്ര സ്പീഡാ വണ്ടി കയറി. അതെ, പിന്നെ എത്തിച്ച. അതാണ് ഞങ്ങളുടെ തൃശ്ശൂർക്കാരുടെ കമന്റ്. ലോകത്ത് എവിടെ ചെന്നാലും തൃശ്ശൂർക്കാരനെ പെട്ടെന്ന് തിരിച്ചറിയാം. എനിക്ക് തിരിച്ചറിയുന്ന ഭാഷ കൊണ്ടല്ല, മുഖത്തിൽ നിന്ന് തിരിച്ചറിയാം. ഇപ്പൊ ഇവിടെ ഒരു തൃശ്ശൂർക്കാരുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ പറയാം, എന്നെ അറിയാം. എന്നെ നോക്കിയിട്ട് എന്തൊട്ട് തേങ്ങേണ്ട ചെവി, എന്തൊട്ട് പരിപാടി നിന്റെ, അങ്ങനെ ഒരു മുഖഭാവം ഒരാൾക്കുണ്ടാവും. ഒറ്റ നോട്ടത്തിലറിയാം. ഇതിങ്ങനെ തിരിഞ്ഞ ഉടനെ എന്നെ നോക്കി ഇങ്ങനെ കാണിക്കും. എന്നെ ഇപ്പോഴും അത് റൗണ്ടിൽ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഒരു തൃശ്ശൂർക്കാരൻ കണ്ടാൽ പറയും, ജയരാജാട്ടാൻ ഇപ്പൊ പരിപാടിയൊന്നും ഇല്ലേ? ഇല്ല എന്ന് പറഞ്ഞാ ഇല്ലല്ലേ. ജയരാജേട്ടാ ഇപ്പൊ പരിപാടി ഉണ്ടാ? ഓ ഇഷ്ടംപോലെ പരിപാടി ഉണ്ട്. ഊവലേ.
അതാണ് ആ ഒരു ഓക്കെ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ തൃശ്ശൂരിനെ പറ്റി പറഞ്ഞു, പാലക്കാടിനെ പറ്റി പറഞ്ഞത്. നമ്മുടെ ഈ കോഴിക്കോട്ടുകാരുണ്ടോ? കോഴിക്കോട് ഇല്ല അല്ലേ? കണ്ണൂരുകാർ ഒരുപാടുള്ള സ്ഥലമാണിത്. കണ്ണൂരുകാരുണ്ടല്ലേ? കണ്ണൂരുകാരൊന്ന് കൈയടിച്ചേ കാട്ടങ്ങടെ. കണ്ണൂരുകാരെങ്ങനെയാത്? അല്ല, ചാക്കേര് കണ്ണൂരായതുകൊണ്ട് ഇവിടുന്ന് കണ്ണൂർക്ക് ബസ് കയറ്റി ആളെ കൊണ്ടുപോകാം. കണ്ണൂര് 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 അതാണോ? കണ്ണൂർ എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടമുള്ള സ്ഥലമാണ്. കണ്ണൂരിനെ പറ്റി പറയുകയാണെങ്കിൽ എവിടെയാന്ന് പറയില്ലേ? എവിടെയാ, അവിടെയാ, ഇവിടെയാന്ന് പറയില്ലേ? ഏടിയാ, ആടിയാ, ഈടിയാ, ഏടിയാ, ഓനാട പോയിനപ്പാ എന്നാണ് പറയാ. കണ്ണൂര് ഒരിക്കൽ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിൽ നടക്കുമ്പോൾ ഞാൻ എൻ്റെ മോളെയും കൊണ്ടുപോയത്. എന്നെ അവിടെ കണ്ടുകൊണ്ട് കണ്ണൂക്കാരൻ, ജയരാജ് പറഞ്ഞാ നിങ്ങളുടെ പരിപാടി ഉണ്ടാ ഈടാ എന്ന് ചോദിച്ചു. കണ്ണൂര്, തൃശ്ശൂർ എൻ്റെ സ്ഥലമാണ്, കണ്ണൂർ വളരെ മനോഹരമായ സ്ഥലമാണ്, കോഴിക്കോട് അതിനേക്കാൾ ഗംഭീരമായ സ്ഥലമാണ്. മലപ്പുറം ജില്ലക്കാരുണ്ടോ? ജയരാജ് വരെ പരിപാടി ഉണ്ടോ അവിടെ? എന്ന് പറയുന്ന ആൾക്കാർ. കോട്ടയത്തുകാർ അതിനേക്കാൾ ബെസ്റ്റാ. ജയരാജ് വരെ ഓ എന്നാ ഗോപ്പാ എന്ന് പറയും. നമ്മുടെ ജയരാജ് വരെ ഓ ജയരാജ് വരെ എന്നാ ക്ലാപ്പന. തിരുവനന്തപുരത്തുകാരുണ്ടോ? അത് കറക്റ്റാ, അവരനുഭവിച്ച കാര്യ. ഓ എന്നാ ഗോപ്പ, ഓ അങ്ങനെയും വരും. തിരുവനന്തപുരത്തുകാരുണ്ടോ? തിരുവനന്തപുരം ഒരു വീട്ടിൽ ചെന്നു നമ്മൾ ചോദിച്ചു എത്ര കുട്ടികളുണ്ട്? ഒരു കുഞ്ഞേ ഉള്ളൂ. വിളിക്കൂ മോനെ. അപ്പൊ ഒരു ആൺകുട്ടി. ആൺപിള്ളേർ ഇങ്ങനെയാ മൊത്തം. മറ്റൊരു വീട്ടിൽ ചെന്ന് മൈത്രിയിൽ തന്നെ എത്ര കുഞ്ഞുങ്ങളുണ്ട്? ഒന്നേ ഉള്ളൂ. വിളിക്കൂ മോളെ. ഒറ്റ. പക്ഷേ തിരുവനന്തപുരത്ത് അങ്ങനെയല്ല. പോയി കഴിഞ്ഞാൽ എത്ര കുഞ്ഞുങ്ങളുണ്ട്? ഒന്നേ ഉള്ളു. വിളിക്കണം മക്കളെ എന്ന് വിളിച്ചാൽ ഒരാൾ ഓടി വരും. അപ്പോൾ പ്ലൂരൽ പ്രയോഗം കൊണ്ട് ഏറ്റവും പേര് കേട്ടതാണ്. അപ്പോൾ ബാക്കി കാര്യം അടുത്ത കൊല്ലം പറയാം. എനിക്കിന്ന് 2 ജോലിയായിരുന്നു. ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിഞ്ഞു. ഞാനൊരു കാര്യം, ഇന്ദുകുമാർ എൻ്റെ സുഹൃത്ത്, കുന്നംകുളമല്ലേ, കുന്നംകുളത്തുകാരനാണ്. ഒറിജിനൽ കിട്ടണമെങ്കിൽ ഇന്ദുകുമാറിൻ്റെ നാട്ടിൽ പോയാൽ മതി. ഒറിജിനലാ. ഞാൻ കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അരമണിക്കൂർ ഇങ്ങനെ നിന്നാൽ 35ാമത്തെ മിനിറ്റിൽ എൻ്റെ പോലെ ഒരാൾ പോകും. അപ്പോൾ അയാളോട് ചോദിക്കുക എന്താ പേര്? ജയരാജ് വാര്യർ. എത്ര പരിപാടിക്ക് ചാർജ്? 10 ലക്ഷം രൂപ. അപ്പോൾ ഞാനിന്നിവിടെ 2 ജോലിയായിരുന്നു എനിക്ക്, ഇതിൻ്റെ ഉദ്ഘാടനവും ഈ പ്രകടനവും. എനിക്ക് തോന്നുന്നത് നമുക്ക് നിർത്താം അല്ലേ? തൽക്കാലം നിർത്താം. ഇങ്ങനെയുള്ള ഈ ഒത്തുചേരലുകളാണ് വലിയ സന്തോഷം നൽകുന്നത്. മൈത്രി ഞാൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറയാണ്, ഒരിക്കലും മോശമാവാൻ വഴിയില്ല. ഞാൻ കൈവച്ചതൊന്നും ഇതുവരെ മോശമായിട്ടില്ല. എന്നെ കൈവച്ച് ഞാൻ ഫോട്ടോഗ്രാഫർ ചിരിക്കുന്നു, ഞാൻ കൈവച്ച് മോശമായിട്ടില്ലെന്ന്. അങ്ങനെ വേറെ എന്തോ അർത്ഥത്തിലാണ് വിചാരിച്ചു. ഞാൻ കൈവച്ചതൊന്നും മോശമായിട്ടില്ല. പക്ഷെ എന്നെ കൈവച്ചവരാരും നന്നായിട്ടുമില്ല. എന്നെ ആരെങ്കിലും കൈവച്ചാൽ അതോടെ അവന്റെ പരിപാടി കഴിയും. എന്താ നമ്പൂരി? അതായത് എത്ര കുട്ടികളുണ്ട്? അല്ല, കൈവച്ചതെല്ലാം വിജയിച്ചാണോന്ന് അറിയണമല്ലോ നമുക്ക്. അല്ല ചാക്കേര് വിചാരിച്ചത് കുന്നുംപുറത്ത് നെല്ലിക്ക കൊട്ട കമത്തിയെ പോലെ കുട്ടികൾ എനിക്ക് ലോകം മുഴുവൻ ഉണ്ടെന്നൊരു തെറ്റിദ്ധാരണ കൊണ്ട് ഈ ചാക്കേര് അനാവശ്യമായ വഴികളിലൂടെ സഞ്ചരിക്കുക, നല്ല മനസ്സോടുകൂടി ജീവിക്കുക. അതുകൊണ്ടല്ല ഇവിടെയുള്ള എത്ര പേർക്കത് അറിയണമെന്നുണ്ടോ? അറിയില്ലല്ലോ. അത് എങ്ങനെയാണ് അറിയണമെന്നുണ്ടോ? ഇല്ലില്ല. അവർക്കൊക്കെ അവരുടെ കുട്ടികളുടെ അച്ഛനെ നല്ലോണം അറിയാം. അത് നമുക്ക് അറിയാനായിട്ടാണല്ലോ ഇവര് കയ്യടിക്കാണ്. നമുക്ക് നോക്കാം എങ്ങനെയാ ജയരാജ് വാര്യരുടെ കുടുംബ വിശേഷങ്ങൾ അറിയണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു കയ്യടി കൊടുക്കാം. അല്ല, അതിപ്പോ അറിയണം അവർക്ക്. അതാണ് ദുബായില് ഉള്ള ആൾക്കാരെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ഇനി കേരളത്തിന്റെ മറ്റു പല ഭാഗത്തുള്ള കാര്യം ചാക്കേർക്ക് അറിയാലോ. അങ്ങനെയല്ല, നമുക്ക് ജയരാജ് വാര്യർ നമ്മൾ അടുത്ത് കിട്ടുന്നത് വല്ലപ്പോഴും ആണല്ലേ. വല്ലപ്പോഴും നല്ലപ്പോഴും എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ കിട്ടുമ്പോഴും നമുക്ക് എന്ത് വേണം? ജയരാജ് വാര്യരുടെ കുടുംബകാര്യങ്ങൾ കൂടി നമുക്ക് അങ്ങോട്ട് വിശദമായിട്ട് അറിയണമെന്നൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ചോദിച്ചു എന്നുള്ളൂ എല്ലാവർക്കും വേണ്ടിയിട്ട്. കുടുംബത്ത് ഒരു അമ്മയുണ്ട്, ഒരു ഒലക്കയുണ്ട്, 2 ആട്ടുകല്ലുണ്ട്, 2 കട്ടിലുണ്ട്, 3-4 ഇതെന്താ അപ്പൊ അവിടെ വിതരണം? എന്തോ ആണ് കേട്ടോ. സോപ്പം കണ്ടാണ് ഇവരൊക്കെ കുളിച്ചിട്ടാണോ വന്നത് നോക്കാനുള്ള പരിപാടിയാ. അല്ല, വിഷുവായിട്ട് വിഷുവിന്റെ പടക്കം ഇപ്പൊ തന്നെ ഇവിടെ കൊടുക്കണ്ടോന്നൊരു സംശയം. ആയിക്കോട്ടെ. അപ്പോൾ കുടുംബകാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നമ്മളിപ്പോൾ ഇവിടെ വെളിപ്പെടുത്തുന്നില്ല. കാരണം അതിനകത്ത് പല രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങൾ ഇവിടെ പറയാതിരിക്കാൻ തൽക്കാലം പറയാം. ഏക ഭാര്യ, ഒരു മകളും ഉണ്ട്. ഇപ്പോൾ ഇന്റർസോൺ കലോത്സവത്തിൽ
എൻ്റെ മകൾക്ക് കഥകളി സംഗീതത്തിൽ 2ാം സമ്മാനവും കിട്ടിയെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ കേട്ടത്. അപ്പോൾ വലിയ സന്തോഷം. ഇത്തരം ഒത്തുചേരലിന് അവസാനിപ്പിക്കും. കലാശാവാം ജഗരെ, ഒരു കലാശം. അപ്പൊ എല്ലാരും അങ്ങനെ ചേർന്ന് കയ്യടി അങ്ങനെ കൊടുക്കുക. എങ്ങനെയാത്? അങ്ങനെയല്ല, കൊട്ട് പോലെയുള്ള ഒരു കൊട്ടായിരിക്കണം. എങ്ങനെയാത്? തിരുവാതിരക്കളി കഴിഞ്ഞപ്പോഴേക്കും കയ്യിലൊരു കുട്ടി ഉണ്ടായി. അത് നന്നായി, വളരെ നന്നായി. അങ്ങനെ തന്നെയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഞങ്ങളുടെ നാട്ടിലെ തൃശ്ശൂരത്തെ ഒരു തമാശ പറഞ്ഞ് നിർത്താം. ഒരു തമാശ കവിതയാണ്. അതെന്താ വെച്ചാൽ ഒന്നും മറ്റൊന്നുമായി ബന്ധമില്ല. ഞങ്ങളുടെ നാട്ടിൽ ഒരു അബ്സൈഡ് കവിതയാണ്. അതൊരു കുമ്മാട്ടിപ്പാട്ടിൻ്റെ രീതിയിലാണ്. ആ കളിയല്ല ചങ്ങാതി, കളിയല്ല ചങ്ങാതി, നുണയല്ല ചങ്ങാതി, കുന്നത്തെ മേനോന്റെ കാള പെറ്റു. കളിയല്ല ചങ്ങാതി, കളിയല്ല ചങ്ങാതി, നുണയല്ല ചങ്ങാതി, കുന്നത്തെ മേനോന്റെ കാള പെറ്റു. വൈക്കോത്തുറുവിന് ഗർഭമുണ്ടായത് വക്കാണം കൂടാൻ പറഞ്ഞതല്ല. വൈക്കോത്തുറുവിന് ഗർഭമുണ്ടായത് വക്കാണം കൂടാൻ പറഞ്ഞതല്ല. വടമായിലുള്ളൊരു നമ്പൂരി അച്ഛൻ്റെ കുടുമയിൽ മൈനകൾ കൂടുവെച്ചു. വടമായിലുള്ളൊരു നമ്പൂരി അച്ഛൻ്റെ കുടുമയിൽ മൈനകൾ കൂടുവെച്ചു. നങ്ങേലിത്തള്ളയുടെ മൂക്കിൻ്റെ തുമ്പത്ത് 300 തുമ്പികൾ പാറി വന്നു. നങ്ങേലിത്തള്ളയുടെ മൂക്കിൻ്റെ തുമ്പത്ത് 300 തുമ്പികൾ പാറി വന്നു. ഒല്ലൂരിയിലുള്ളൊരു പല്ലില്ല വേലപ്പൻ, ഒല്ലൂരിയിലുള്ളൊരു പല്ലില്ല വേലപ്പൻ കല്ലായ കല്ലൊക്കെ തിന്നു തീർത്തു. ആലത്തൂരുള്ളൊരു ആൽമരക്കൊമ്പത്ത് 100ഓളം ചക്ക പൊടിച്ചു വന്നു. കളിയല്ല ചങ്ങാതി, നുണയല്ല ചങ്ങാതി, കുന്നത്തെ മേനോന്റെ കാള പെറ്റു. ഹേ കാള പെറ്റു, ഹേ കാള പെറ്റു. അപ്പോൾ ഏറ്റവും സന്തോഷം എനിക്കിന്ന് മൈത്രിയുടെ ഉദ്ഘാടനം ചെയ്യാൻ അതിഥിയായി എന്നതിൽ മാത്രമല്ല, ഒരു ചാക്യാരെ കൂടെ ഇവിടെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഒരു ചാക്യാർകൂത്ത് ഞാൻ ഇയാളും കൂടി അടുത്ത കൊല്ലം അവതരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരെണ്ണത്തിന് ഇന്നെ സഹിക്കാൻ വയ്യ, 2എണ്ണം ആവുമ്പോഴാവും എങ്ങനെയാവും നമ്മൾ ആലോചിക്കുന്നത്. എന്തായാലും അടുത്ത പ്രാവശ്യം ഈ ചാക്യാരുമൊത്ത് സനീഷ് ചാക്യാരുമൊത്ത് ഒരു പ്രകടനം നടത്താൻ ഇവിടെ അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പ്രബന്ധം നമുക്ക് അങ്ങോട്ട് അവതരിപ്പിക്കാം. ഇതാണ് മലയാളത്തിൻ്റെ ആദ്യത്തെ കലാരൂപം. കൂടിയാട്ടത്തിൽ നിന്നുണ്ടായതാണ് ഈ ചാക്യാര്. ചാക്യാർക്ക് ശേഷമാണ് നമ്പ്യാരുണ്ടായത്. നമ്പ്യാർക്ക് ശേഷമാണ് ഇവിടെ പാഠകമുണ്ടായത്. അതിനുശേഷമാണ് ചെറിയ ചെറിയ ജനപ്രിയ കലകളുണ്ടായത്, നാടകങ്ങളുണ്ടായത്, നാടകമുണ്ടായത്, കഥാപ്രസംഗം ഉണ്ടായത്, ഹാസ്യാനുകരണ കലയുണ്ടായത്, മിമിക്സ് പരേഡ് ഉണ്ടായത്. അതൊക്കെ കഴിഞ്ഞ് സമകാലീന സംഭവങ്ങളെ ഹാസ്യത്തിൻ്റെ മേമ്പൊടിയിൽ ചിരിപ്പിക്കാൻ എന്നെപ്പോലെ ഒരാളും ഉണ്ടായത് ഈ ഇങ്ങനെയുള്ള കലകളിൽ നിന്നാണ്. അപ്പോൾ പാരമ്പര്യ കലകൾ ഇനിയും നിലനിൽക്കണം. കുട്ടികൾ മലയാളം പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ക്ഷണിച്ചതിന് ഇന്ദുകുമാർ അടക്കമുള്ള എല്ലാവർക്കും, സഞ്ജു പിള്ള, രാജീവ് നായർ, എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പോ ഇന്നിവിടെ നമ്മളെ UAE എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കുന്ന എന്താ, നമ്മുടെ വലിയ വലിയ നടന്മാരൊക്കെ അവിടെ വന്നിട്ട് പരിപാടി ചെയ്യുന്നു. അപ്പോ അതിന്റെ ഇടയിൽ നമ്മളിവിടെ വന്നപ്പോ നമ്മൾ ഒരൊറ്റ ജയരാജ് വാര്യരെ കൊണ്ട് തന്നെ ഒരുപാട് സിനിമാ താരങ്ങളെ കണ്ടു, ഒരുപാട് കേരളത്തിന്റെ അവസ്ഥകൾ മനസ്സിലാക്കില്ലേ. എങ്ങനെയാ നിങ്ങൾക്ക് എങ്ങനെ പരിപാടി ഇഷ്ടമായില്ലേ? അപ്പൊ ഒരു നല്ലൊരു കയ്യടി കൊടുക്കുക നമ്മുടെ ജയരാജ് വാര്യരിന് വേണ്ടിയിട്ട്. എങ്ങനെയാ മൈത്രിയുടെ ആളുകള് നമ്മുടെ സ്വന്തം ജയരാജ് വാര്യരല്ലേ? തൃശ്ശൂരുകാർ കൂടുതലുണ്ടോ ഇവിടെ? എങ്ങനെയാണത്? തൃശ്ശൂരുകാരാണോ കൂടുതൽ, അതോ ഏത് രാജ്യക്കാരാണോന്ന് എനിക്കറിയില്ല. രാജ്യക്കാരെന്ന് പറഞ്ഞത് നമ്മൾ കേരളം വലിയൊരു എന്താ പറയാ, കേരളം എന്ന് പറയുന്നത് നമ്മള് ലോകമായിട്ട് കാണുന്നത് കൊണ്ടാണ് കേട്ടോ. കാരണം ചാക്യാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേരളത്തിലാണല്ലോ. അപ്പൊ കേരളത്തിൽ എന്ന് പറയുമ്പോൾ കേരളം തന്നെ ലോകമായിട്ട് കാണണം, അതുകൊണ്ടാ. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് വരാൻ പോകുന്നത് നമ്മുടെ ഒരു ശിങ്കാരി മേളാണ്. എങ്ങനെയാ അസുരവാദ്യം അല്ലേ? അസുരവാദ്യം എന്ന് പറയുന്നത് എന്താ? ഹലോ ചാക്യാരെ, ഒരു ചെറിയൊരു വ്യത്യാസം. എന്താ അത്? ഒരൈറ്റം കഴിഞ്ഞിട്ട് ശിങ്കാരി മേളം എന്നാണോ പോയത്? ഇവിടെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊച്ചു കുട്ടികൾ ഒരുപാട് മാസങ്ങളായിട്ട് അവരിവിടുന്ന് എങ്ങനെ പരിപാടി ചെയ്യാനുള്ള റിഹേഴ്സലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിന്റെ പിന്നിലായിരുന്നു. അപ്പൊ അവരെ എങ്ങനെയെങ്കിലും ഇന്ന് തന്നെ ഈ വേദിയിലൊക്കെ കയറ്റിയിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്തു തീർക്കണം എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അപ്പോ നമുക്കാണെങ്കിൽ അനുവദിച്ചിട്ടുള്ള സമയവും വളരെ കുറവായിട്ടിരിക്കുകയാണ്. അപ്പോ നമ്മളെങ്ങനെ പുരാണത്തിലേക്ക് പോവാന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഇപ്പൊ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ജയരാജ് വാര്യര്
അദ്ദേഹത്തിന്റെ കാരിക്കേച്ചർ ചെയ്തോടൊപ്പം തന്നെ അത്യാവശ്യം ചാക്യാർകൂത്ത് പോലുള്ള സംഭവങ്ങളും എല്ലാം ചെയ്തിട്ട് അങ്ങോട്ട് പോയി. അപ്പോ ചാക്യാർ വന്നിട്ട് ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതങ്ങോട്ട് രസിക്കില്ല എന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം അങ്ങനെ ചാക്യാർ ഇങ്ങോട്ട് തിരിച്ചു വരും. അപ്പൊ അതിനിടയിൽ നമ്മുടെ അടുത്ത പരിപാടി അങ്ങോട്ട് തുടങ്ങാം. എങ്ങനെയത്? എല്ലാവരും തയ്യാറാണല്ലോ അല്ലേ? അതോ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണോ? ഇവിടെ കൊച്ചു കുട്ടികൾ പറയുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ തയ്യാറായിട്ടിരിക്കല്ലാന്ന്. പക്ഷേ ഇവിടെയുള്ള വയസ്സായ ആളുകളൊക്കെ ഭക്ഷണം കഴിക്കാനായിട്ട് നിൽക്കുകയാണല്ലേ. നല്ല വിശപ്പുണ്ടല്ലേ. കണ്ണൊക്കെ ഇങ്ങനെ നമ്മുടെ ഈ 100-ൻ്റെയൊക്കെ ബൾബ് കത്തുന്ന പോലെയാണ് എന്നെ നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അത് നമ്മളെ ഇവിടെ ഒരാളുണ്ടല്ലോ, എന്താ പേര്? വിനോദോ? എന്താണിത്? ആരംഭിക്കല്ലേ? പ്രിയമുള്ളവരെ, എല്ലാവർക്കും വന്ദനം. മാനവികതയുടെ പുത്തൻ വഴിത്താരകൾ കേരളീയ സമൂഹത്തിന് തുറന്നു തന്ന് നമുക്ക് മുൻപേ നടന്നുപോയ മകൾ വ്യക്തികളെ നമ്മുടെ കൊച്ചു കലാകാരന്മാരിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. അടയാളങ്ങൾ. 19-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ നിലനിന്നിരുന്ന സവർണ മേൽക്കോയ്മ, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ തുടങ്ങിയ സാമൂഹ്യ തിന്മകൾക്കെതിരെ പോരാടിയ ശ്രീനാരായണ ഗുരു കേരളീയ സമൂഹത്തെയാകെ ഒരു പുതിയ ദിശാബോധത്തിലേക്ക് കൊണ്ടുവന്ന മഹാത്മാവാണ്. ഈഴവ സമുദായത്തിൽ ജനിച്ച ഗുരു ബ്രാഹ്മണരെയും മറ്റ് സവർണജാതികളെയും കുറ്റപ്പെടുത്തുന്നതിന് പകരം ഗുരുവിദ്യാലയങ്ങളും ക്ഷേത്രങ്ങളും സ്ഥാപിച്ച് അവർണരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ചു. മറ്റുള്ളവരോടുള്ള തുറന്ന സമീപനവും അഹിംസാപരമായ തത്വചിന്തയും അദ്ദേഹത്തിന്റെ മുഖമുദ്രകളായിരുന്നു. നെയ്യാറ്റിൻകരയുടെ തീരത്ത് ചരിത്രപ്രസിദ്ധമായ അരുവിപ്പുറം ശിവപ്രതിഷ്ഠാവേളയിൽ ഗുരു പറഞ്ഞ ദിവ്യമന്ത്രം വളരെ പ്രസക്തമാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ശ്രീനാരായണ ഗുരുവിന്റെ ആ ദീർഘദർശനത്തിനു മുൻപിൽ ശിരസ് നമിക്കുന്നു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. വേദാന്ത തത്വശാസ്ത്രത്തിന്റെ ആധുനിക കാലത്തെ ഏറ്റവും ശക്തനായ വക്താവും ഇന്ത്യയിലെമ്പാടും സ്വാധീനമറിയിച്ച ഗുരുവായിരുന്നു സ്വാമി വിവേകാനന്ദൻ. കൽക്കത്തയിൽ ജനിച്ച സ്വാമി വിവേകാനന്ദൻ തൻ്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ആശയങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ ഒരു ഭാരത പര്യടനത്തിനായി പുറപ്പെടുകയും തെക്കേ ഇന്ത്യയിലെത്തിയ അദ്ദേഹം ബാംഗ്ലൂർ വെച്ച് ഡോക്ടർ പൽപ്പുവിനെ കണ്ടുമുട്ടി. അദ്ദേഹമാണ് സ്വാമി വിവേകാനന്ദനെ കേരളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. കേരള സന്ദർശന വേളയിൽ ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ എന്നിവരുമായി തൻ്റെ ചിന്തകൾ പങ്കുവയ്ക്കുകയും ചെയ്തു. കേരളത്തിലെ ജാതി തിരിവിലും അനാചാരങ്ങളിലും അസ്വസ്ഥനായ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ പ്രസക്തമാണ്. ഈ മലബാറുകാരെല്ലാം മതഭ്രാന്തരാണ്, ഇവരുടെ വീടുകൾ ഭ്രാന്താലയവും. ദരിദ്രരെയും കഷ്ടപ്പെടുന്നവരെയും സഹായിക്കാൻ ഏറെ ഉത്സാഹിച്ച വിവേകാനന്ദൻ സർവംഗ പരിത്യാഗിയായി വേദാന്ത ധർമ്മത്തിൽ അധിഷ്ഠിതമായ നിരപേക്ഷമായ കർമ്മം ചെയ്യാനാണ് ആവശ്യപ്പെട്ടത്. ഉത്തിഷ്ഠത ജാഗ്രത പ്രാഭ്യവരാൻ നിബോധത എന്ന് ലോകത്തെ വിളിച്ചുണർത്തിയ സ്വാമി വിവേകാനന്ദൻ സത്യം കണ്ടെത്തുകയും സേവനം ചെയ്യുകയുമാണ് ശരിയായ ജീവിതം എന്ന് കരുതിയ മഹാനാണ്. ഓർക്കുന്നു ഈ വേളയിൽ. നിലനിന്നിരുന്ന ഉച്ചനീചത്വങ്ങളെ, ഓജസ് നഷ്ടപ്പെട്ട അപകടകരങ്ങളായ ആശയങ്ങളെ നവീകരിച്ച് ജാതിരഹിതവും വർഗരഹിതവുമായ ഒരു പുതിയ സമൂഹത്തെ സൃഷ്ടിക്കാൻ ശ്രമിച്ച ഒരു പടനായകൻ കൂടിയാണ് സഹോദരൻ അയ്യപ്പൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ മാനവിക ദർശനത്തെ ശാസ്ത്രീയതയുടെയും യുക്തിചിന്തയുടെയും അടിസ്ഥാനത്തിൽ വിപുലീകരിച്ച് രാഷ്ട്രീയ പ്രയോഗമാക്കുകയായിരുന്നു അയ്യപ്പൻ മാഷ്. ഈഴവ സമുദായത്തിൽ ജനിച്ച അദ്ദേഹം തൊട്ടുകൂടാത്തവരായി അവഗണിക്കപ്പെട്ടിരുന്ന ദളിതരെ ചേർത്ത് ചരിത്ര പ്രസിദ്ധമായ മിശ്രഭോജനം നടത്തി. ഇത് കേരളമാകെ പ്രകമ്പനം കൊള്ളിച്ച സംഭവമായിരുന്നു. അതോടുകൂടി പുലയനയ്യപ്പൻ എന്ന് സവർണ സമൂഹം അദ്ദേഹത്തെ വിളിക്കാൻ തുടങ്ങി. ഈ വിശേഷണം അദ്ദേഹം അഭിമാനത്തോടെ സ്വീകരിച്ചു. മിശ്രവിവാഹവും മിശ്രഭോജനവും വഴി ജാതി നശീകരണമായിരുന്നു അദ്ദേഹം സ്ഥാപിച്ച സഹോദര സംഘത്തിന്റെ ലക്ഷ്യം. ഈ പ്രസ്ഥാനം പരിവർത്തനത്തിന്റെ കൊടുങ്കാറ്റായി മാറി കേരളത്തിലെങ്ങും. അങ്ങനെ സഹോദരൻ അയ്യപ്പൻ എന്ന പേരിൽ അദ്ദേഹം പിന്നീട് അറിയപ്പെട്ടു. കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ജ്വലിക്കുന്ന സ്മരണയാണ് സഹോദരൻ അയ്യപ്പൻ. ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് സരോജിനി നായിഡു വിശേഷിപ്പിച്ച കേരളത്തിലെ ആദരണീയനായ സാമൂഹ്യ പരിഷ്കർത്താവാണ് ഡോക്ടർ പത്മനാഭൻ പൽപ്പു എന്ന ഡോക്ടർ പി പൽപ്പു. ഡോക്ടറായ പൽപ്പു ഈഴവ സമുദായത്തിൽപ്പെട്ടയാളായതിനാൽ തിരുവിതാംകൂറിൽ
സർക്കാർ ജോലി നിഷേധിക്കപ്പെട്ടതിനെ തുടർന്നുണ്ടായ പ്രവർത്തനങ്ങളിലൂടെയാണ് കേരളീയ സമൂഹത്തിന്റെ ആരാധ്യനായി തീർന്നത്. വിദ്യാഭ്യാസമുള്ള പിന്നോക്ക സമുദായാംഗങ്ങൾക്ക് സർക്കാർ ജോലികൾ ലഭ്യമാക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് സർക്കാരിന് സമർപ്പിച്ച മലയാളി മെമ്മോറിയലിൽ മൂന്നാമതായി ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പുവായിരുന്നു. പിന്നീട് സമൂഹത്തിലെ ഉച്ചനീചത്വം ഒഴിവാക്കുവാൻ 10,000 ഈഴവർ ഒപ്പുവെച്ച ഭീമഹർജി ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ സർക്കാരിന് സമർപ്പിച്ചു. ഈ ഹർജിയാണ് ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെടുന്നത്. തന്റെ ജാതിയിൽപ്പെട്ടവർക്ക് സാമൂഹ്യ നീതി ലഭ്യമാക്കുന്നതിനായി ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിലാണ്. കേരള ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടേണ്ട വ്യക്തിത്വമാണ് ഡോക്ടർ പൽപ്പുവിൻ്റേത്. കേരളത്തിലെ നവോത്ഥാന പ്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ പ്രമുഖരിൽ ഒരാളാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചൻ. പുരോഹിത വൃത്തിയോടൊപ്പം സാമൂഹ്യ പ്രവർത്തനങ്ങളും കൈകാര്യം ചെയ്ത അദ്ദേഹം അറിയപ്പെടുന്ന വിദ്യാഭ്യാസ പ്രവർത്തകൻ കൂടിയായിരുന്നു. ജാതിമതഭേദ ചിന്തകൾക്കെതിരെ പ്രവർത്തിക്കുകയും പാവപ്പെട്ട ദളിത് വിദ്യാർത്ഥികൾക്ക് സൗജന്യ ഭക്ഷണം നൽകുകയും ചെയ്തു. കേരളത്തിലെ സുറിയാനി കത്തോലിക്കരുടെ വികാരി ജനറൽ ആയിരിക്കെ ഒരു പള്ളിക്ക് ഒരു പള്ളിക്കൂടം എന്ന പേരിൽ എല്ലാ പള്ളികൾക്കൊപ്പവും വിദ്യാലയങ്ങൾ നിർബന്ധമാക്കിക്കൊണ്ടുള്ള കൽപ്പന പുറപ്പെടുവിച്ചു. ഇതിൽ നിന്നാണ് പള്ളിക്കൂടം എന്ന വാക്ക് ഉത്ഭവിച്ചത്. കേരളത്തിൽ സാർവത്രിക വിദ്യാഭ്യാസം നടപ്പിലാക്കുന്നതിൽ ചാവറയച്ചൻ വഹിച്ച പങ്ക് വളരെ വലുതാണ്. 2014 നവംബർ 23 ഫ്രാൻസിസ് മാർപ്പാപ്പ ചാവറയച്ചനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ഓർക്കുന്നു ആ പുണ്യാത്മാവിനെ ഈ വേളയിൽ. കേരളത്തിലെ മുസ്ലിം ജനവിഭാഗങ്ങളിലെ സാമൂഹിക പരിഷ്കർത്താവും സ്വാതന്ത്ര്യ സമര പോരാളിയും പത്രപ്രവർത്തകരും പണ്ഡിതനുമായിരുന്നു വക്കം മൗലവി എന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവി. പ്രസിദ്ധമായ സ്വദേശാഭിമാനി പത്രം തുടങ്ങിയത് വക്കം മൗലവിയാണ്. ദിവാൻ ഭരണവാഴ്ചയ്ക്കെതിരെയും ബ്രിട്ടീഷ് കോളനി വാഴ്ചയ്ക്കെതിരെയും ശബ്ദമുയർത്തിയ ആ പത്രം സർക്കാർ കണ്ടുകെട്ടുകയും എഡിറ്ററായിരുന്ന ശ്രീരാമകൃഷ്ണപിള്ളയെ സർക്കാർ ഒരു വിളംബരം നടത്തി നാടുകടത്തുകയും ചെയ്തു. ശ്രീരാമകൃഷ്ണപിള്ളയുടെ നാടുകടത്തലിന് ശേഷം എൻ്റെ പത്രാധിപരില്ലാതെ എനിക്കെന്തിനീ പത്രം എന്ന് പറഞ്ഞ് പ്രസ് അടച്ചുപൂട്ടുകയും ചെയ്ത വ്യക്തിയായിരുന്നു വക്കം മൗലവി. ശ്രീനാരായണ ഗുരുവുമായി ഗാഠബന്ധമുണ്ടായിരുന്നു മൗലവിക്ക്. മുസ്ലിം സ്ത്രീകൾ ഇംഗ്ലീഷ് പഠിക്കരുതെന്നും വിദ്യാഭ്യാസം നേടരുതെന്നും കരുതിയിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെതിരെ ശക്തമായ ഇടപെടലുകൾ നടത്തിയ ഒരു മകൾ വ്യക്തി കൂടിയായിരുന്നു മൗലവി. പഠിച്ച് സ്വതന്ത്രരാകാനും സംഘടിച്ച് ശക്തരാകാനും മൗലവി മുസ്ലിം ജനതയോട് ആവശ്യപ്പെട്ടു. കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന വക്കം മൗലവിയെ ഓർക്കാതെ കേരള ചരിത്രം മുഴുവിക്കാനാവില്ല. ഹിന്ദുമതത്തിലെ ബ്രാഹ്മണാധിപത്യത്തെ ചോദ്യം ചെയ്താണ് കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാന ചരിത്രത്തിൽ ചട്ടമ്പി സ്വാമികൾ ഇടം നേടുന്നത്. വർണ്ണാശ്രമ വ്യവസ്ഥയുടെ നിഷേധം, സ്ത്രീ പുരുഷ സമത്വവാദം, സാർവത്രിക വിദ്യാഭ്യാസത്തിനുള്ള ആഹ്വാനം എന്നിങ്ങനെ അതുവരെ കേരള സമൂഹം ചർച്ച ചെയ്യാത്ത വിഷയങ്ങൾ പൊതുവേദികളിൽ അവതരിപ്പിച്ചു. മതപുരാണങ്ങളെയും ആചാരങ്ങളെയും യുക്തിയുടെ വെളിച്ചത്തിൽ സമീപിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി. ആധ്യാത്മിക കാര്യങ്ങളെക്കുറിച്ചും അന്നത്തെ ജീർണിച്ച സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കാൻ പ്രയോജനപ്രദമായ ഗ്രന്ഥങ്ങൾ ആദ്യമായി മലയാളത്തിൽ രചിച്ചതും ചട്ടമ്പി സ്വാമികളാണ്. കേരള നവോത്ഥാന ചരിത്രത്തിൽ എന്നും എടുത്തു പറയേണ്ട വ്യക്തിത്വമാണ് ശ്രീ ചട്ടമ്പി സ്വാമികളുടേത്. കേരളത്തിലെ പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു അയ്യങ്കാളി. പുലയ സമുദായാംഗമായിരുന്ന അദ്ദേഹം സംഘാടനവും ശക്തിപ്രകടനവും വഴി സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിപ്പിച്ച് ശ്രദ്ധേയനായി. സഞ്ചാര സ്വാതന്ത്ര്യ നിഷേധത്തിനെതിരായി നടത്തിയ അയ്യങ്കാളിയുടെ വില്ലുവണ്ടി സമരം കേരള നവോത്ഥാന ചരിത്രത്തിലെ ധീരോദാത്തമായ ചുവടുവയ്പ്പാണ്. സവർണരുടെ ആക്രമണത്തെ തുടർന്ന് നാടും വീടും വിട്ടവർ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കൊല്ലത്തെ പീരങ്കി മൈതാനത്ത് ഒത്തുകൂടി. അവിടെ വെച്ച് ജാതീയതയുടെ അടയാളമായ കല്ലും മാലയും ബഹിഷ്കരിക്കാൻ സ്ത്രീകളോട് ആഹ്വാനം ചെയ്തു. വിപ്ലവകരമായ മുന്നേറ്റമായിരുന്നു അത്. കല്ലുമാല സമരം എന്ന പേരിൽ ഈ സമരം പിന്നീട് അറിയപ്പെട്ടു. പുലയ പറയ സമൂഹത്തെ മനുഷ്യരായി പോലും കരുതാതിരുന്ന ആ കാലഘട്ടത്തിൽ ചുറ്റും നടമാടിയ ഉച്ചനീചത്വങ്ങൾക്കെതിരെ അധസ്ഥിതരുടെ ഇടയിൽ നിന്നും ആദ്യമുയർന്ന ശബ്ദമായിരുന്നു അയ്യങ്കാളിയുടേത്. കേരള ചരിത്രത്തിൽ അയ്യങ്കാളിയുടെ സ്ഥാനം എന്നും ഓർമ്മിക്കപ്പെടേണ്ടതാണ്. നമ്പൂതിരി സമുദായത്തിൽ കാലഹരണപ്പെട്ട പഴയ വിഗ്രഹങ്ങൾ തച്ചുടച്ച് പുതിയവ പ്രതിഷ്ഠിക്കാൻ മുൻകൈയെടുത്ത
സാമൂഹ്യ പരിഷ്കർത്താവാണ് VT ഭട്ടതിരിപ്പാട്. ഭാര്യ സഹോദരിയും 21-ാം വയസ്സിൽ വിധവയുമായ ഉമാ അന്തർജനത്തെ മുല്ലമംഗലത്ത് രാമൻ ഭട്ടതിരിപ്പാടിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച അദ്ദേഹം വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ചു. സ്വന്തം സഹോദരി പാർവതി അന്തർജനത്തെ NK രാഘവ പണിക്കരെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച് മിശ്രവിവാഹത്തിന് തിരികൊളുത്തി. നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങളെ പ്രഹസന വിധേയമാക്കുന്ന അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ച് വീണ്ടും ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചു. ആ നാടകം വിവിധ അരങ്ങുകളിൽ പ്രദർശിക്കപ്പെട്ടു. നിരവധി സ്ഥലങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. പ്രദർശിക്കപ്പെട്ട ഇല്ലങ്ങളിലെല്ലാം അന്തർജനങ്ങൾ മറക്കുള്ളിൽ ഇരുന്നുകൊണ്ട് ആ നാടകം കണ്ടു. അവരെല്ലാം ഉത്ബുദ്ധരായി. നാനാജാതി മതസ്ഥർ ഒന്നിച്ച് താമസിക്കുന്ന ഒരു സ്ഥലം എന്ന വിശാലമായ ആശയം നടപ്പിലാക്കുന്നതിന് വേണ്ടി കോടമുണ്ട കോളനി സ്ഥാപിച്ചു. നാനാമതസ്ഥർ കുറെ കാലം അവിടെ കഴിഞ്ഞു. VT ഭട്ടതിരിപ്പാട് ഇന്നും ജ്വലിക്കുന്ന തീനാളമാണ്. അനാചാരങ്ങൾക്കെതിരെ പടപൊരുതിയ ആ വിപ്ലവ നായകന് പ്രണാമം. ഇനിയുമുണ്ട് കേരള നവോത്ഥാന ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടേണ്ടവർ. എങ്കിലും നിർത്തുന്നു. ഇവർ ഇന്നലെയുടെ അടയാളങ്ങൾ.